പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഈ പ്രോഗ്രാം ഇപ്പൊ ഇത്തിരി നന്നായി കിട്ടുന്നുണ്ട്. നമുക്ക് തുടരാം. നെറ്റ് ഇപ്പോ ഒന്ന് റീഫ്രഷ് ചെയ്തപ്പോ കുറച്ചും കൂടി കിട്ടുന്നു എന്ന് വിചാരിക്കുന്നു. യെസ്, ഒരു ചോദ്യം വന്നോട്ടെ, സർ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ MA സൈക്കോളജി. അപ്പൊ നമ്മള് പ്രാക്ടിക്കൽസ് ചെയ്യാൻ വേണ്ടിട്ട് റീജിയണൽ സെന്ററിലോട്ട് പോകണം. എൻറോൾമെന്റ് നമ്പറിലെ ആദ്യത്തെ 4 അക്കം പറയൂ. MAPC. അത് എൻറോൾമെന്റ് നമ്പറിലെ ആദ്യത്തെ 4 അക്കം 2200. 2200 എന്ന് പറയുന്നത് ജാനുവരി 2022 സ്റ്റുഡന്റ് ആണ്. അഡ്മിഷൻ ഇനിയും കംപ്ലീറ്റ് ആയിട്ടില്ല. അതിന് മുമ്പ് ഉള്ള ആളുകൾ രാത്രിയൊക്കെ നട്ടപ്പാതിരൊക്കെ ഇരുന്നിട്ട് അസൈൻമെന്റ് എഴുതിക്കൊണ്ടിരിക്കുന്നതാണ്. ജൂലൈ ബാച്ചിലെ കുട്ടികളെല്ലാവരും. അവര് സത്യത്തില് അവർക്ക് ഇനിയും ടൈം ഉണ്ട്. ജൂണിലൊക്കെയാണ് അവരുടെ പരീക്ഷകളൊക്കെ ഉണ്ടാവുക. ചിലപ്പോ ജൂൺ എന്നുള്ളത് ഓഗസ്റ്റിലായിരിക്കും തിയറി എക്സാം. തിയറി എക്സാം കഴിഞ്ഞതിന് ശേഷം പ്രാക്ടിക്കലിന് നിങ്ങളെ ക്ഷണിക്കും. അതുവരെ ഇപ്പൊ ഒന്നും ചെയ്യില്ല. ഏകദേശം ഒരു 7-8 മാസം നിങ്ങൾ പ്രാക്ടിക്കലിനെ പറ്റി ചിന്തിക്കേ വേണ്ട. അതിന് ക്ലാസ്സുകൾ ഉണ്ടാവില്ല? ക്ലാസ്സുകൾ ഉണ്ടാവും. 10 ദിവസം കൊണ്ട് ക്ലാസ്സുകൾ മൊത്തം അവസാനിപ്പിക്കും. ഒന്നിച്ചുള്ള ഒരു 10 ദിവസത്തിൽ ക്ലാസ്സുകൾ അവസാനിപ്പിക്കും. തുടങ്ങുകയും പറഞ്ഞോളൂ. സാർ, എന്റെ സ്റ്റഡി സെന്റർ കോഡ് വരുന്നത് 1407 ആണ് വരുന്നത്. 1407 JDT ഇസ്ലാം. 1407 അതിന് JDT ഇസ്ലാം എന്നാണ്? അല്ല, 1407 കേരളവർമ്മ. അതെ, 1407. അപ്പോ ഇത് ODL പ്രോഗ്രാം അല്ല വരുന്നത്? ഏതാണ് നിങ്ങളുടെ പ്രോഗ്രാം? പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഓണർ. BAPAH. അഡ്മിഷൻ MNOTസിലൂടെ എടുത്തതാണോ? ഞാൻ MNOTസിലൂടെ അല്ലേ എടുത്തിട്ടുള്ളത്, മുമ്പ് എടുത്തതാണ്. MNOTസ് പരിചയം ഉണ്ടായിരുന്നില്ല. അല്ല, അതിൽ തന്നെ ആ എടുത്തത് സ്റ്റഡി സെന്ററിൽ നിങ്ങൾ എങ്ങനെ എടുത്തു എന്നുള്ളത് എനിക്ക് അറിയില്ല. ഇപ്പൊ നമ്മൾ സംസാരിച്ചിട്ടല്ലേ ഉള്ളൂ. ഒന്ന് വാട്സപ്പ് ചെയ്യൂ എന്ന്. അത് വാട്സപ്പ് ചെയ്താൽ മതി. ഇന്റർഫർ ചെയ്യണ്ട. കാരണം അതൊന്ന് നോക്കിയിട്ട് വേണം. ഞാൻ പറയുന്നതിലെ ഒരു ട്രാൻസ്പെറൻസി ഉണ്ടാവണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ഒരു വാക്ക് പറയുകയും പിന്നീട് അത് ഞാൻ തിരുത്തി പറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വരുമ്പോൾ അത് എനിക്ക് തന്നെ ഒരു വിഷമമാണ്. അതുകൊണ്ടാണ് എനിക്ക് കണ്ണുകൊണ്ട് കാണുകയും കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യാതെ ഞാൻ ഒരു കൗൺസിലിംഗ് പ്രോസസ്സിൽ നിൽക്കില്ല. എനിക്ക് ബോധ്യം വരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, എനിക്ക് അതാണ് കൗൺസിലിംഗ്. ആരെങ്കിലും ചോദിച്ചത് എന്തെങ്കിലും ഒന്ന് ഉത്തരം പറഞ്ഞാൽ അത് തൃപ്തമാവില്ല. അപ്പൊ ഇത്തിരി ക്ഷമയോടുകൂടി കാര്യങ്ങളെ സമീപിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇനി അടുത്ത ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് അറിയേണ്ട 1-2 കാര്യങ്ങളിലേക്ക് ഞാൻ ഈ പറഞ്ഞ 10 പോയിന്റിലെ 2ാമത്തെ പോയിന്റിലേക്ക് പൊയ്ക്കോട്ടെ. ഇന്ററാക്ഷൻ. ആദ്യം നമ്മൾ പറഞ്ഞത് ODL പ്രോഗ്രാമിലും ഓൺലൈൻ പ്രോഗ്രാമിലും അതിന്റെ അവൈലബിലിറ്റിയെ പറ്റി നമ്മൾ മനസ്സിലാക്കി. എത്രത്തോളം ഇൻഫർമേഷൻ നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയത്, ഓൺലൈൻ പ്രോഗ്രാമിലെ എല്ലാം ഇലക്ട്രോണിക് റിസോഴ്സസ്, ഈ റിസോഴ്സസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് പണ്ട് കറസ്പോണ്ടൻസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരുന്നു. കത്തിടപാട് എന്നുള്ള ഒരു വാക്ക് ഉപയോഗിച്ചിരുന്നു. ഇപ്പൊ കത്തിടപാട് എന്നുള്ള ഒരു അർത്ഥത്തിലല്ല, മറിച്ച് ഡിസ്റ്റൻസ് ലേണിംഗ് എന്നുള്ള അർത്ഥത്തിലാണ്. ഡിസ്റ്റൻസ് ലേണിംഗിൽ ഇലക്ട്രോണിക് ലേണിംഗും ഉൾപ്പെടുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ ഇലക്ട്രോണിക് ലേണിംഗ് അഥവാ ഓൺലൈൻ ലേണിംഗും ഉൾപ്പെടുന്നുണ്ട്. അതിൽ ഓഫ്ലൈൻ ക്ലാസ്സുകളും ലഭ്യമാണ്. ഈ ഓഫ്ലൈൻ ക്ലാസ്സുകൾ എന്തുകൊണ്ട് ലഭിക്കുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ടെക്സ്റ്റ് മെറ്റീരിയൽസ് വായിച്ചു, കുറച്ച് സംശയം നമുക്കുണ്ടായി. ഗ്യാൻ ദർശൻ ഗ്യാൻവാണി നമ്മൾ വാച്ച് ചെയ്തു, നമുക്ക് കുറച്ച് സംശയം ഉണ്ടായി.
യൂട്യൂബ് ക്ലാസ്സുകൾ വാച്ച് ചെയ്തു, നമുക്ക് കുറച്ച് സംശയം ഉണ്ടായി. ആ സംശയം ഉണ്ടായതൊക്കെ എഴുതിയെടുത്തു. ഇപ്പൊ നിങ്ങൾ എഴുതിയെടുക്കുന്നത് പോലെ ഇവിടെ എഴുതിയെടുക്കാൻ പറയുമ്പോൾ ഇവിടെ വേറെ ഒരു സംഗതി നടക്കുന്നു. എന്താണ് ഇവിടെ നടക്കുന്നു? ആക്ച്വലി ടീച്ചർ ഇൻ പ്രസൻസ് ഓഫ് യു, ഇൻ ഫ്രണ്ട് ഓഫ് യു, ഈസ് പ്രസന്റ് ഹിയർ. നിങ്ങളുടെ മുമ്പിൽ ഇതൊരു ഗൂഗിൾ മീറ്റിലൂടെ, വെബിനാറിലൂടെ അധ്യാപകൻ ഇപ്പുറത്തുണ്ട്. ഒരു ക്ലാസ് റൂമിന്റെ പരിവേഷമാണ് ഈ കർട്ടനിൽ എന്ന് വിചാരിച്ചാൽ മതി. ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അധ്യാപകനുണ്ട്, നിങ്ങൾ അപ്പുറത്തുമുണ്ട്, എല്ലാവരും ഓൺലൈനിലാണ്. പക്ഷെ ഇവിടെ നിങ്ങൾ ചോദിക്കുകയും ഞാൻ ഉത്തരം തരികയും ചെയ്യുന്നു. പക്ഷെ ഈ ഒരു ഇന്ററാക്ഷൻ ഓൺലൈൻ പ്രോഗ്രാമിൽ ഉണ്ടാവില്ല. മനസ്സിലായോ? ഓൺലൈൻ പ്രോഗ്രാമിലെ റെക്കോർഡഡ് ഇൻഫർമേഷൻ ആയിരിക്കും നൽകപ്പെടുക. അപ്പൊ ഇവിടെ ഒരു ഇന്ററാക്ഷൻസ് നടക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതാണ് ഇതിന്റെ അവൈലബിലിറ്റി കൊണ്ട് ഉദ്ദേശിച്ചത്. ഈ ഇന്ററാക്ഷൻസ്, ഇപ്പോൾ നടക്കുന്ന ഈ ഇന്ററാക്ഷൻ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗിൽ നടക്കുന്നു. 8 ക്രെഡിറ്റ് ഉള്ളതിന് 10 ക്ലാസ് കിട്ടും ഓഫ്ലൈൻ. അപ്പൊ ഈ കേൾക്കുമ്പോ, വായിക്കുമ്പോ, കാണുമ്പോ ഉണ്ടാകുന്ന സംശയമെല്ലാം അക്കാഡമിക് കൗൺസിലർ എന്നുള്ള കോട്ട് ധരിച്ചിട്ടാണ് അദ്ദേഹം വരുന്നത്, ലെക്ചർ എന്നുള്ള കോട്ട് ധരിച്ചിട്ടല്ല. He is not a lecture. She is not a lecture. She is not lecturing. She is making a doubt clearance. She is in the role of a counselor. Hence, she or he called academic counselor. അവര് അക്കാദമികമായ വിഷയങ്ങൾ, പഠനപരമായ വിഷയങ്ങൾക്ക് കൈത്താങ് നൽകുന്ന ഒരു കൗൺസിലറുടെ റോളിലാണ് അവിടെ അധ്യാപകൻ. അല്ലാണ്ട് ലെക്ചറിങ് അല്ല അവരുടെ, ടീച്ചിങ് അല്ല അവരുടേത്. നിങ്ങൾ ലേണിംഗ് ചെയ്യുകയാണ്. You are learner, but he is academic counselor. അതാണ് അവിടെ നടക്കുന്ന ഇന്ററാക്ഷൻ എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഡ്യൂറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും നന്നായി ആലോചിക്കേണ്ടതാണ് ഡ്യൂറേഷൻ. നിങ്ങൾ ഒരു ഓൺലൈൻ പ്രോഗ്രാം എല്ലാം ചെയ്യുമ്പോൾ എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം, വലിയ കോഴ്സുകൾ ഓൺലൈനിൽ എടുക്കരുത്. കഴിയുന്നത്ര പ്രോഗ്രാമിൽ. എന്നോട് ഒരു കുട്ടി ആവശ്യപ്പെടുന്നു, സാർ PG ഞാൻ ഓൺലൈനിൽ ചെയ്യാവോ എന്ന് ചോദിച്ചാൽ മുഹമ്മദ് മുബാറക് എന്നുള്ള വ്യക്തി നിർദ്ദേശിക്കുക അത് ചെയ്യരുത് എന്നാണ്. അത് പറഞ്ഞതിൽ പേരിൽ എനിക്ക് അടിയല്ലാത്ത ബാക്കിയൊക്കെ കിട്ടിയിട്ടുണ്ട്, കുറെ ചീത്ത കിട്ടിയിട്ടുണ്ട്. എന്റെ സൗകര്യമാണോ സാറിന്റെ സൗകര്യമാണോ ഞാൻ നോക്കുക. എന്റെ പൊന്നു സുഹൃത്തെ, ഞാൻ ഒരു കാര്യം പറഞ്ഞതാണ്, അതിന്റെ പിന്നിലുള്ളത് എന്താണെന്നൊക്കെ പിന്നീട് മനസ്സിലാവും. ഓൺലൈൻ പ്രോഗ്രാം എന്താണ്, ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് എന്താണ്. ഞാൻ അമേരിക്കയിലാണ്, അല്ലെങ്കിൽ ഞാൻ കുവൈറ്റിലാണ്. എനിക്ക് അവിടെ ഇരുന്ന സാഹചര്യം ഇന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ ഓൺലൈൻ എടുത്തത് എന്ന് അവർ അതിൽ തന്നെ വാശി പിടിക്കുന്ന. സാർ എന്തിന് ഇന്ത്യൻ സ്റ്റുഡന്റ് ആകണം പറയുന്നത് എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. പക്ഷെ ഇന്ത്യൻ സ്റ്റുഡന്റിന് ഇന്ത്യൻ ഫീയെ കൊടുക്കേണ്ടതുള്ളൂ. ഫോറിൻ സ്റ്റുഡന്റ് കൃത്യമായിട്ട് ഫോറിൻ ഫീ കൊടുക്കണം, $400 കൊടുക്കണം. 4 × 8 32,000 രൂപ കൊടുക്കണം. ഇവിടെ 4,000 രൂപ കൊടുക്കേണ്ട പ്രോഗ്രാമിന് പക്ഷെ 32,000 രൂപ കൊടുക്കില്ല, 4,000 മാത്രമേ കൊടുക്കൂ. എന്നിട്ട് ഓൺലൈൻ പ്രോഗ്രാം എടുക്കുകയും ചെയ്യും. എന്നിട്ട് അതിൽ ക്ലാസ്സും മെറ്റീരിയലും വേണമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യും. അവിടെയാണ് ചില ഏറ്റുമുട്ടലുകൾ, ഇന്ററാക്ഷൻസ് എന്നുള്ളതിലുപരി കോൺട്രഡിക്ഷൻ എന്നുള്ള ഒരു സംഗതി അവിടെയാണ് കയറി വരുന്നത്. അത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോ ഓൺലൈൻ പ്രോഗ്രാമിൽ ഒരു സംഗതിയും കൂടി നമ്മൾ മനസ്സിലാക്കണം. സർട്ടിഫിക്കറ്റിൽ കൃത്യമായി OL എന്നുണ്ട്. അതിനുള്ള തെളിവ് ഞാൻ ഇപ്പോൾ തന്നെ തരാം. നിങ്ങൾ ഓൺലൈൻ പ്രോഗ്രാം ആണ് അഡ്മിഷൻ എടുത്തിട്ടുള്ളത് എങ്കിൽ സർട്ടിഫിക്കറ്റിലെ MEG OL എന്ന് കാണും, MCOM OL എന്ന് കാണും, MHD MA ഹിന്ദി MHD OL എന്ന് കാണും, MCA OL. വളരെ വലിയ വിഷമമാണ് നിങ്ങൾക്ക് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നത്. MCA OL, MBA OL, അത് വളരെ വലിയ പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാക്കും. ഇപ്പൊ നിങ്ങൾക്ക് അതിന്റെ പറയുമ്പോൾ മുബാറക്കിനെ നിങ്ങൾ ഒരു പ്രതിസ്ഥാനത്ത് നിർത്തി വർത്തമാനം പറയുകയാണ്. മറ്റതിന് സിമ്പിൾ ആയിട്ടാണ്. ഞങ്ങളൊക്കെ എത്ര അനുഭവിച്ചിരിക്കുന്നു എന്നറിയാമോ? വെറും BA എന്ന് മാത്രം സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് കുട്ടികൾ കയ്യിൽ വരുമ്പോ അവരുടെ കണ്ണീര്
കടലോളം ഞങ്ങൾ കണ്ടവരാണ്. BA എന്ന് മാത്രം കുട്ടിയുടെ സർട്ടിഫിക്കറ്റ്. B.Edന് പോകുമ്പോൾ ആ കുട്ടിക്ക് കഴിയുന്നില്ല. M.Notes വരുന്ന കുട്ടികളോട് ബഹുഭൂരിപക്ഷവും ഞാൻ ചില പ്രോഗ്രാമുകൾ തന്നെ ഉന്നം വെക്കൂ എന്ന് പറയും. അവർക്ക് വേറെ ഏതെങ്കിലും വിവരങ്ങൾ എവിടുന്നെങ്കിലും കിട്ടും. അതായിരുന്നു ഞാൻ എടുത്തത്. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാൻ മതി എന്ന് പറഞ്ഞിട്ടാണ് അവർ തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ. എന്നിട്ട് വലിയൊരു അബദ്ധത്തിൽ ചെന്ന് പോകും. എന്നിട്ടും പഴി വന്ന് ചേരും. പക്ഷെ ഏറ്റവും നല്ലത് നമ്മൾ വിഭവങ്ങൾ കൊടുക്കുമ്പോൾ അത് അങ്ങ് ഉൾക്കൊള്ളാൻ അവർക്ക് ഇത്തിരി പ്രയാസം. സോ ഇവിടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഓൺലൈൻ പ്രോഗ്രാം നിങ്ങൾ ചെയ്യൂ. ഞാൻ തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ പ്രോഗ്രാം ഫ്രീ ആയിട്ട് തരാം. അതിനുള്ള നിർദ്ദേശങ്ങൾ ഞാൻ നൽകിയിട്ടുണ്ടല്ലോ. ഓൺലൈൻ പ്രോഗ്രാം ഏതാണ്? നമ്മൾ നേരത്തെ ഓൺലൈൻ പ്രോഗ്രാം ഞാൻ കൂടുതൽ ഇനീഷ്യേറ്റ് ചെയ്തത് ഫ്രീ ഓഫ് കോസ്റ്റിൽ 1000-ൽ പരം ഓൺലൈൻ പ്രോഗ്രാമുകൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ട്. ആരെങ്കിലും ഒരാൾ പറയൂ ഈ കൂട്ടത്തിൽ പ്ലീസ്. ഏത് വിഭാഗം കോഴ്സാണ് ഓൺലൈൻ പ്രോഗ്രാമിന് ഏറ്റവും അനുയോജ്യം? ആരെങ്കിലും ഒരാൾ പറയൂ. ഷാ, യെസ് വന്നു. സൗമി നാസർ ഉത്തരം പറഞ്ഞു. സ്വയം കോഴ്സസ് അത് ഓൺലൈനിൽ ചെയ്യൂ. സ്വയം കോഴ്സസ്, മൂക്സ്, മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സസ് അത് ഓൺലൈനിൽ ചെയ്യൂ. ഡ്യൂറേഷൻ 15 ദിവസം, 30 ദിവസം, 4 ആഴ്ച, 28 ദിവസം, അല്ലെങ്കിൽ 45 ദിവസം, 2 മാസം, 3 മാസം, 6 മാസം. ക്വിസ്, ഓരോ ക്ലാസ് കഴിയുമ്പോഴും ക്വിസിന്റെ മാർക്കുകൾ വാങ്ങി. 5 ക്വിസ് അറ്റൻഡ് ചെയ്തു, മാർക്ക് വന്നു. അസൈൻമെന്റ് ചോദിക്കും. അസൈൻമെന്റ് ഓൺലൈനിൽ തന്നെ അയച്ചു കൊടുക്കുന്നു. Gmail ആയിട്ട് അയച്ചു കൊടുക്കുന്നു. അസൈൻമെന്റ് അവിടെ കയ്യിൽ കിട്ടി. പരീക്ഷ IIT-കളിൽ വെച്ച് പരീക്ഷ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി IIT-യിലെ, ഇന്ത്യയിലെ പ്രശസ്തമായ IIT-യിലും IIM-ലും, കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ സ്കൂളുകളില്, നവോദയ വിദ്യാലയ സ്കൂളുകളില് സ്റ്റഡി സെന്റർ, എക്സാമിനേഷൻ സെന്റർ, അവിടെ പോയി പരീക്ഷ എഴുതി മൂക്കിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നു. മൂക്സിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ ഉള്ള ഗുണം, അതിന്റെ ഈ സ്വയം കോഴ്സ് നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകം ഇപ്പോഴും നിങ്ങളോട് ഉണർത്തുന്നു. ഇപ്പോൾ ഇക്കൂട്ടത്തിലുള്ള ആളുകളിൽ ഇപ്പൊ 29 പേര് നമ്മുടെ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ 29 പേരിൽ 15 പേർ BCA കുട്ടികളാണ് എന്ന് കരുതുക. ഓക്കെ, 15 പേർ ഇത് ഒരു BCA കുട്ടികൾക്കുള്ള ക്ലാസ് ആണ് എന്ന് കരുതുക. ഇതിൽ നിങ്ങൾ എല്ലാവരും BCA പാസ്സായി. എല്ലാവർക്കും ഫസ്റ്റ് ക്ലാസ് മാർക്കും കിട്ടി, ഡിസ്റ്റിങ്ഷൻ മാർക്കും കിട്ടി. ഡിസ്റ്റിങ്ഷൻ കിട്ടിയ കുട്ടികൾക്ക് ഇന്റർവ്യൂ ബോർഡിൽ 80 മാർക്ക് കിട്ടുന്നു. ഓക്കെ, ഫസ്റ്റ് ക്ലാസ് കിട്ടിയ കുട്ടിക്ക് 60 മാർക്ക് കിട്ടുന്നു. ഫസ്റ്റ് ക്ലാസ് കിട്ടിയ കുട്ടി 4 മൂക്സ് പ്രോഗ്രാം കൂടി ചെയ്തിട്ടുണ്ട്. ഒന്ന് നഷ്ടപ്പെടുത്തി മറ്റൊന്ന് കിട്ടിയതാണ്. ആ കുട്ടിക്ക് 4 മൂക്സ് പ്രോഗ്രാം ചെയ്തു. ആ ഓരോന്നിനും പരമാവധി 5 മാർക്ക് വെച്ച് ഇന്റർവ്യൂ ബോർഡ് ചോദിക്കും. നിങ്ങൾ ഈ BCA അല്ലാതെ, ഇയാളും BCA ചെയ്തു, ഇയാളും BCA ചെയ്തു, ഇയാൾക്ക് BCA ഫസ്റ്റ് ക്ലാസ്സിന് 60 സ്കോർ കൊടുത്തു, ഇയാൾ BCA ഡിസ്റ്റിങ്ഷൻ കിട്ടി, അയാൾക്ക് 70 മാർക്ക് കൊടുത്തു. ഇന്റർവ്യൂവിലെ ഫുൾ മാർക്ക് 10 മാർക്കും കൊടുത്തു. ഇവിടെ 60ഉം ഇന്റർവ്യൂവിലെ 10 മാർക്കും കൊടുത്ത് 70 മാർക്ക് കിട്ടി. ഈ ഫസ്റ്റ് ക്ലാസ് കിട്ടിയ കുട്ടി 4 മൂക്സ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ആ 4 മൂക്സ് പ്രോഗ്രാമിന് 5 മാർക്ക് വീതം 20 മാർക്ക് അഡീഷണൽ കിട്ടി. അപ്പോ ഫസ്റ്റ് ക്ലാസ് കിട്ടിയ കുട്ടി BCA കുട്ടിക്ക് 90 മാർക്കായി ഇന്റർവ്യൂവില്. ഇവിടെ ഈ കുട്ടിക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടി. കാരണം ഈ കുട്ടി ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. കുട്ടിക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ട്, 80 മാർക്ക്. ഫസ്റ്റ് ക്ലാസ് കിട്ടിയ കുട്ടിക്ക് 90 മാർക്ക് കിട്ടി. കാരണം 4 മൂക്സ് കോഴ്സ് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ ചെയ്തു? കൊബാൾ വേറെ സെപ്പറേറ്റ് ചെയ്തു, BCA സിലബസിന് അപ്പുറം. എക്സലിലെ മനോഹരമായിട്ടുള്ള സംഗതി ഒന്ന് ചെയ്തു വെച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റി ഒന്ന് ചെയ്തിട്ടുണ്ട്. ഈ ഒക്കുപേഷണൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന ഒരു സൈക്കോളജി ക്ലാസ്സും കൂടി ആ കുട്ടി ചെയ്തിട്ടുണ്ട്. അങ്ങനെ 4 മൂക്സ് പ്രോഗ്രാം അഡീഷണൽ ചെയ്തപ്പോ ആ കുട്ടിക്ക് 90 മാർക്ക് ഇന്റർവ്യൂവിൽ കിട്ടി. അപ്പൊ റാങ്കിൽ ആരാണ് മുന്നിൽ നിൽക്കുക? സ്കിൽ. BTechൽ ചിലപ്പോൾ 1-2 പേപ്പർ കിട്ടാതെ
പഠനം മുടങ്ങി കൃത്യമായി സർട്ടിഫിക്കറ്റ് കിട്ടാത്ത കുട്ടികൾ പോലും ക്യാമ്പസ് പ്ലേസ്മെന്റിൽ വന്ന് അവർക്ക് ഒരു ചെറിയ ഒരു ടൂൾ കൊടുത്ത് അവർ നല്ല സാധനമാണോ തരുന്നത്, അവരുടെ റീപ്രൊഡക്ഷൻ കപ്പാസിറ്റി എങ്ങനെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അവർക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് കൊടുക്കുന്നു. സർട്ടിഫിക്കേഷനിലെ മാർക്കല്ല, എബിലിറ്റി, അതിനാണ് പ്രാധാന്യം. എമിനൻസി. ഇഫ് യു ആർ എമിനന്റ്, you are wanted, otherwise you are discarded from the scene. ഈ ചിത്രത്തിൽ നിന്ന് നിങ്ങളെ വലിച്ചെറിയപ്പെടും. നിങ്ങൾ എമിനന്റ് ഫെലോ ആണോ, നിങ്ങൾ നല്ല പ്രശസ്തനാണോ, ഏറ്റവും സ്കിൽഫുൾ ഓറിയന്റഡ് ഫെലോ ആണോ, നിങ്ങൾ നല്ല കരുത്തുള്ള വ്യക്തിയാണോ, സ്പീഡ് ആൻഡ് അക്യുറസി ഉള്ള വ്യക്തിയാണോ, യു ആർ വാണ്ടഡ്, നിങ്ങൾക്കാണ് പ്ലേസ്മെന്റ്. അതാണ് ഈ കാലഘട്ടം. അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് സ്കോപ്പ് എന്നുള്ള മേഖലയെ പറ്റിയാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നാലാമത്തെ നമ്മുടെ പ്രസക്തമായ പോയിന്റ് സ്കോപ്പ്. എത്രത്തോളം സ്കോപ്പ് ഉണ്ട്? അപ്പൊ MHD ഓൺലൈനിൽ ചെയ്ത വ്യക്തിക്കും MHD ODL മെത്തേഡിൽ ചെയ്ത കുട്ടിക്കും ODL മെത്തേഡിൽ ചെയ്ത കുട്ടിക്കാണ് സ്കോപ്പ് കൂടുതൽ എന്ന് പല അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നു. വേണമെങ്കിൽ വിശ്വസിക്കാം. ഓൺലൈനിൽ MHD എടുത്ത കുട്ടിയേക്കാൾ കൂടുതൽ സ്കോപ്പ് ODL എടുത്തത് കൊണ്ടാണ് ഓൺലൈനിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ഇൻഫർമേഷൻ ODL മെത്തഡോളജിയിൽ ചെയ്തതാണ് എന്ന് ഞാൻ സമർത്ഥിച്ച് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ മറ്റൊരു പ്രധാനമായിട്ടുള്ള സംഗതിയാണ് റിക്കഗ്നിഷൻ, അംഗീകാരം. ഇന്ന് നമ്മുടെ ഈ യോഗം നടക്കുന്നതിന് മുമ്പ് വാട്സപ്പിലൂടെ, നമ്മുടെ എംനോട്ട്സ് ടെലഗ്രാം ചാനലിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും അവസാനം ഞാൻ അയച്ചിട്ടുള്ള ഒരു മെസ്സേജ് വായിച്ചുവോ? ഏറ്റവും അവസാനം എഡ്ജും തന്നിട്ടുണ്ട്, എംനോട്ട്സും തന്നിട്ടുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എക്സ് എന്നുള്ള യൂണിവേഴ്സിറ്റി, നമുക്ക് അതിന്റെ പേര് പറയണ്ട. യൂണിവേഴ്സിറ്റികൾക്ക് ഇന്ന് 3 പേരുമായിട്ട് യുദ്ധം. എനിക്ക് ഡെയിലി വഴക്കുകൂടലാണ് പണി. ഈ കൂട്ടത്തിലുള്ളവരുമുണ്ട്. ഓക്കെ, വഴക്കുകൂടലാണ് പണി. ചൈന പേരുള്ള ഒരു യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അങ്ങേരെ വലിയ ഒരു പ്രോഗ്രാം ചെയ്തു. ഇന്ന് ആയ വഴക്ക് B.Ed അദ്ദേഹം അവിടുന്ന് ചെയ്യുന്നു. ഫീസ് 1 ലക്ഷം. അതിന് അംഗീകാരമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവർ അഡ്മിഷൻ ആക്കിയത്. സാർ എന്തുകൊണ്ട് ഇല്ല എന്ന് പറയുന്നു എന്നാണ് ചോദ്യം. ഞാൻ ഇല്ല എന്ന് പറയും. കാരണം എന്താണെന്നറിയാമോ? ഞാൻ അതിനെപ്പറ്റി ചെറുതായി പഠിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള വിഷയങ്ങളെ പഠിക്കാനുള്ള PG ആണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. എന്റെ തൊഴിൽ കൗൺസിലിംഗ് ആണ്. എഡ്യൂക്കേഷണൽ കൗൺസിലിംഗ്. അപ്പൊ അപ് ടു ഡേറ്റ് ആക്കി ഞാൻ ആ എഡ്യൂക്കേഷണൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത് കരിയർ ഗൈഡൻസ് ആണ്. കരിയർ എന്ന് പറയുന്നത് ഉപരിപഠന മാർഗവും ഉപജീവന മാർഗവുമാണ്. ആ ഉപരിപഠനത്തെ പറ്റി, ഉപജീവന മാർഗത്തെ പറ്റി ഏറ്റവും പുതിയ കറണ്ട് ഇൻഫർമേഷൻ ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നതിൽ എനിക്ക് ഇന്ന് കിട്ടിയതാണ്. ആ തന്നിരിക്കുന്നതിനോടൊപ്പം ഞാൻ ഒരു അറ്റാച്ച്മെന്റും കൂടി വെച്ചിട്ടുണ്ട്. ആ അറ്റാച്ച്മെന്റിലെ ഡേറ്റ് ഓർക്കണം നിങ്ങൾ എല്ലാവരും. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഈ 58 വയസ്സുകാരൻ ഞാൻ ഓർത്ത് പറയാം. 25/3/2022 UGCയുടെ ഓർഡർ ആണത്. Am I correct or not? Am I correct or not? കറക്റ്റ് ആണ് സർ. 25-ാം തീയതിത്തെ ഓർഡർ ആണ്. 4 ദിവസം മുമ്പ് വന്ന ഓർഡർ ആണ്. 13/14 അവർക്ക് അംഗീകാരം കൊടുത്തത്, ഇപ്പോഴല്ല. ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റിയിലെ B.Ed കഴിഞ്ഞ് ഇന്ന് വഴക്കായ ആ പെൺകുട്ടി എന്നോട് 1/2 മണിക്കൂറോളം എന്നോട് വഴക്കാകുന്നുണ്ട്. എന്നിട്ട് സാറ് പോയി പണി നോക്കിയെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അവര് 2 കൊല്ലം കഴിഞ്ഞ് പണി നോക്കിയിട്ട് എന്റെ അടുത്തേക്ക് എന്നെ വന്നിട്ട് സാർ ഇനി ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ട് വരും. ഇപ്പൊ രാവിലെ എണീറ്റാൽ വൈകുന്നേരം വരെ ക്രെഡിറ്റ് ട്രാൻസ്ഫറിന് വേണ്ടി കുട്ടികൾ ഇഷ്ടംപോലെ ചോദിച്ചു വരികയാണ്. കാരണം തൊട്ട് മുമ്പിലെ എംനോട്ട്സിലെ 4 ക്രെഡിറ്റ് ട്രാൻസ്ഫറിന്റെ വീഡിയോസ് ഞാൻ ഇട്ടത് കൊണ്ട് ഇഷ്ടംപോലെ കുട്ടികൾ ക്രെഡിറ്റ് ട്രാൻസ്ഫർ പറ്റി ചോദിച്ചിട്ട് വരികയാണ്.
ഇക്കൂട്ടത്തിലും ചിലപ്പോൾ ഒരു ക്രെഡിറ്റ് ട്രാൻസ്ഫറിന് വേണ്ടിയുള്ള ആഗ്രഹിക്കുന്ന വ്യക്തി ചിലപ്പോൾ ഉണ്ടാകും. ഞാൻ അവർക്കൊക്കെ കൈത്താങ് കൊടുക്കുകയാണ്, അവരെയൊക്കെ നേരായ വഴിക്ക് കൊണ്ടുവരുത്തിക്കുകയാണ്. ഇത്തിരി സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നുള്ള രൂപത്തിൽ. ഒറ്റ പേപ്പറെ അവർക്ക് കിട്ടാതിരുന്നിട്ടുള്ളൂ. ഓക്കെ, MA സൈക്കോളജിയിലെ അല്ലെങ്കിൽ ഒരു ബിരുദത്തിലെ BAയിലെ AST1 എന്നുള്ള പേപ്പർ, അനാലിസിസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നോളജി അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്, ആ AST1 എന്നുള്ള പേപ്പറില് 2 മാർക്കിന്റെ അല്ലെങ്കിൽ 2 ക്രെഡിറ്റിന്റെ പ്രോജക്റ്റ് ഉണ്ട്. ആ കുട്ടി ഡിഗ്രിയിലെ മാർക്ക് ലിസ്റ്റ് നോക്കുമ്പോ എല്ലാം കംപ്ലീറ്റഡ്. സ്റ്റുഡന്റ് സ്റ്റാറ്റസ് എടുത്ത് നോക്കുന്നു, 18 പേപ്പർ ആ കുട്ടിക്ക് പഠിക്കാനുണ്ട്. 18 പേപ്പറിന്റെ മാർക്കിലും കംപ്ലീറ്റഡ് എന്ന് എഴുതി വച്ചിരിക്കുന്നു. പക്ഷെ ആ കുട്ടിക്ക് പോലും മനസ്സിലായിട്ടില്ല അതിലെ 18ാമത്തെ പേപ്പർ AST1 2 വാല്യൂ അല്ല ഉണ്ടായിരിക്കേണ്ടത്, 3 വാല്യൂ ഉണ്ടാവണം. അസൈൻമെന്റിന്റെ വാല്യൂ, TEയുടെ വാല്യൂ, ലാബിന്റെ വാല്യൂ ഉണ്ടാവണം. ആ കുട്ടിയുടെ മാർക്ക് ലിസ്റ്റിലെ ലാബ് ഉണ്ടോ എന്നുള്ളത് നോക്കി ടൈറ്റിലെ ലാബ് ഉണ്ട്, പക്ഷെ മാർക്കില്ല. ഞാൻ എന്നിട്ട് ആ കുട്ടിയോട് ചോദിച്ചു, AST1 എന്നുള്ള പേപ്പർ ഇയാൾ പഠിച്ചിട്ടുണ്ടോ? എന്ത് AST1ഓ? സാർ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട എന്നാണ്. എടോ, പ്രോഗ്രാം ഗൈഡ് നോക്കൂ, എഴുതിയെടുത്തോളൂ എല്ലാവരും. പുതിയ കുട്ടികൾ, പഴയവർക്ക് വേണ്ട. ഡൗൺലോഡ് പ്രോസ്പെക്ടസ്, ഡൗൺലോഡ് പ്രോഗ്രാം ഗൈഡ്, മസ്റ്റ് റീഡ് പ്രോഗ്രാം ഗൈഡ്. പ്രോഗ്രാം ഗൈഡ് നിർബന്ധമായിട്ടും ബൈബിൾ പോലെ, ഖുർആൻ പോലെ, ഗീത പോലെ പഠിച്ചിരിക്കണം. നിങ്ങൾ ഒരു ലേണർ ആണ് എങ്കിൽ നിർബന്ധമായും പ്രോഗ്രാം ഗൈഡ് പഠിച്ചിരിക്കണം. ഓക്കെ, അതിന്റെ അകത്ത് എല്ലാം പറയുന്നുണ്ട്. അന്നക്സ് 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞ്, അന്നക്ഷർ ABCD എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് അവസാനത്തെ കുറിപ്പുകളുണ്ട്. മാർക്ക് ലിസ്റ്റിന്റെ എങ്ങനെയാണ്, അസൈൻമെന്റിന്റെ ഫ്രണ്ട് പേജ് എങ്ങനെ വേണം, അതിന്റെ മാർക്ക് ഇടുന്ന ഷീറ്റ് എങ്ങനെ വേണം, ഇവാലുവേഷൻ ഷീറ്റ് എങ്ങനെ വേണം. സൈക്കോളജി MSW സ്റ്റുഡന്റ് പലപ്പോഴും ആവശ്യപ്പെടാറുണ്ട്, സാർ ഞങ്ങൾ ഫീൽഡ് വർക്കിന് പോകുമ്പോൾ ഒരു പെർമിഷൻ ലെറ്റർ എന്ത് ചെയ്യും? അത് പ്രോഗ്രാം ഗൈഡിന്റെ അകത്തുണ്ട് അല്ലെങ്കിൽ പ്രോജക്ട് മാനുവലിന്റെ അകത്തുണ്ട്. അപ്പൊ അത് അന്നക്ഷരൊക്കെ പ്രിന്റ് എടുത്ത് വെക്കണം. ഞാൻ എടുക്കുന്ന ഒരു ടെക്നിക്ക്, ബുക്ക് തന്നെ ഒരു പേജ് അഡീഷണൽ എടുത്തു വെക്കും. പൊട്ടനെന്ന് വിചാരിച്ചോളൂ, എനിക്കൊരു കുഴപ്പമില്ല. പൊട്ടനെന്ന് വിചാരിച്ചോളൂ, ഒരു വിഷയമില്ല. ബുക്ക്, ലാബ് മാനുവൽ, ഒരു കോപ്പി എക്സ്ട്രാ എടുത്തു വെക്കും. എന്നിട്ട് ഒറിജിനൽ ബുക്കിനെ സൂക്ഷിച്ച് എടുത്തു വെക്കും. കാരണം എന്താണെന്നറിയാമോ? നാളെ ഈ ബുക്ക് എനിക്ക് മാഗ്ന കാർട്ടയാണ്, ഇത് എനിക്ക് വിഭവമായി വിനിയോഗിക്കേണ്ടി വരും. ഓക്കെ, വിഭവമായി എനിക്ക് വിനിയോഗിക്കേണ്ടി വരും. അതുപോലെ നിങ്ങളും അതിന്റെ കോപ്പി എടുത്തു വെക്കൂ, അതിലൊക്കെ റഫ് വർക്ക് ചെയ്യൂ. നോട്ട്ബുക്ക് വാങ്ങുന്ന കാശേ വരികയുള്ളൂ ഫോട്ടോ കോപ്പി എടുക്കാൻ. അത് ഫോട്ടോ കോപ്പിയിൽ നിങ്ങൾ എന്ത് കറബറ, ഒറിജിനൽ ബുക്കിൽ കറബറ വേണ്ട, അത് ഭംഗിയായിട്ട് അവിടെ ഇരിക്കട്ടെ. നിങ്ങൾ റഫ് വർക്ക് എല്ലാം ഇതിൽ ചെയ്യൂ. നിങ്ങൾക്ക് വേറെ ഒരു സംഗതി അറിയാമോ? വാട്ട് ഈസ് റഫ് നോട്ട്? ഇയാൾ എന്താ ഈ LKG കുട്ടികൾക്ക് പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിക്കുന്നു എന്നൊന്നും ചോദിച്ചേക്കരുത്. റഫ് നോട്ട് പരുപരുത്ത യാഥാർത്ഥ്യങ്ങളുള്ള അമൂല്യമായ നോട്ടാണ് റഫ് നോട്ട്. അവിടുന്ന് കിട്ടിയ വിവരം, ഇവിടുന്ന് കിട്ടിയ വിവരം, ഇവിടുന്ന് കിട്ടിയ വിവരം, അവിടുന്ന് കിട്ടിയ വിവരം, സ്പീഡിൽ കിട്ടിയ വിവരം, പതുക്കെ കിട്ടിയ വിവരം, എല്ലാ വിവരങ്ങളും നമ്മൾ ഇങ്ങനെ എഴുതി വെച്ച പരുപരുത്ത യാഥാർത്ഥ്യങ്ങളുള്ള ആ നോട്ടില്ലേ, അതാണ് യഥാർത്ഥ നോട്ട്. അത് അമൂല്യമായിരിക്കണം. അതാണ് റഫ് നോട്ട്. റഫ് എന്ന് പറയുന്നത് കച്ചറ പിച്ചറ നോട്ടല്ല. മറ്റേ ബുക്കിലെ അവസാനത്തെ 10 പേജ് കീറിയിട്ട്, ഈ പേജ് 10 കീറിയിട്ട്, ആ പേജ് 10 കീറിയിട്ട് തുന്നി വെച്ചിട്ടുള്ള ഒരു കച്ചറ പിച്ചറ നോട്ടല്ല റഫ് നോട്ട്. റഫ് നോട്ട് അമൂല്യമായ നോട്ടാണ്. അതിലാണ് എല്ലാ കണ്ടന്റുകളും ഉള്ളത്. കരട് രേഖയാണത്. അതാണ് കളക്ഷൻ ഓഫ് ഡാറ്റ. ആ കളക്ഷൻ നന്നായിട്ടുണ്ടെങ്കിലേ ഓർഗനൈസേഷൻ നന്നാവുകയുള്ളൂ, പ്രസന്റേഷൻ നന്നാവുകയുള്ളൂ. എന്നിട്ട് അനാലിസിസ് അപഗ്രഥിച്ച് നല്ല തീരുമാനത്തിലെത്താൻ പറ്റുകയുള്ളൂ. സോ കളക്ഷൻ ഓഫ് ദ ഇൻഫർമേഷൻ ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. അതാണ് ഈ മീറ്റിംഗിന്റെയും പ്രത്യേകത. നിങ്ങൾ ക്ഷമയോടെ ഇരിക്കുന്നതിന്റെയും പ്രത്യേകത അത് തന്നെയാണ്. അപ്പൊ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യണം. കിട്ടുന്നതൊക്കെ ക്ഷമയോടുകൂടി നമ്മൾ ഗ്യാദർ ചെയ്യണം.
അത്യാവശ്യം ലെഫ്റ്റ് അടിച്ച് പോവുകയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ കളക്ഷൻസ് നമുക്ക് വളരെ നന്നായിട്ട് ഉണ്ടാകണം അതിന് വേണ്ടിയിട്ട്. അപ്പോ റിക്കഗ്നൈസേഷൻ, അംഗീകാരം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏത് യൂണിവേഴ്സിറ്റിയുടെ പ്രോഗ്രാം ആണ് ഞാൻ ചെയ്യുന്നത്, ആ യൂണിവേഴ്സിറ്റിക്ക് UGC അംഗീകാരം കൊടുത്തിട്ടുണ്ടോ, ആ UGC അംഗീകാരം കൊടുത്തിട്ടുള്ള ആ യൂണിവേഴ്സിറ്റിയിൽ ആ പ്രോഗ്രാമിന് അംഗീകാരമുണ്ടോ, അത് പ്രത്യേകം നോക്കണം. എല്ലാ BEd കറസ്പോണ്ടൻസ് കോഴ്സ് എന്ന് പണ്ട് പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ലേണിംഗ് എന്ന് പറയുന്ന എല്ലാറ്റിനും അംഗീകാരമില്ല. ഇഗ്നോയിലെ BEdന് മാത്രമേ അംഗീകാരമുള്ളൂ. പക്ഷേ S എന്നുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, A എന്നുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പരിധിക്ക് അപ്പുറം ജൂറിസ്ഡിക്ഷൻ ആണ് വിഷയം. ജൂറിസ്ഡിക്ഷന്റെ അപ്പുറത്ത് നിന്ന് ഒരു യൂണിവേഴ്സിറ്റി വന്ന് നമ്മളെ പഠിപ്പിച്ചാൽ അത് തെറ്റാണ്. അതാണ് ഇന്നത്തെ ഒരു 2 മണിക്കൂർ മുമ്പ് ഞാൻ നിങ്ങൾക്ക് അയച്ച മെസ്സേജിലുള്ള ആ ഇൻഫർമേഷൻ. ആ തമിഴ്നാട്ടിലെ ആ യൂണിവേഴ്സിറ്റി 2013-14 അംഗീകാരമാണ്. അതിനോടനുബന്ധിച്ച് ഇന്നൊരു കുട്ടിയുടെ അടുത്ത് യുദ്ധം ഉണ്ടായിട്ടുണ്ട്. ആ കുട്ടിക്ക് വേണ്ടി ഞാൻ തെരഞ്ഞതായിരുന്നു. അത് എന്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും അങ്ങനെ തന്നെ ഞാൻ പറയാം, നിങ്ങൾ എന്റെ കൂട്ടുകാരാണ്, നിങ്ങൾക്ക് ഞാൻ അയച്ചു തരികയും ചെയ്തു. അപ്പോ ഇനി ഇതിന്റെ പിന്നിൽ നമുക്ക് ഉള്ള ഒരു ഇന്റൻഷൻ എന്താണ് എന്ന് മനസ്സിലാക്കി വെക്കണം. വാട്ട് കൈൻഡ് ഓഫ് ഇന്റൻഷൻ? ഇന്റൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ സ്റ്റാർട്ടിംഗ് ലെവൽ, അതുപോലെ തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റി, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ കോഴ്സ്, ഈ ഒരു മാർഗം തിരഞ്ഞെടുക്കുന്നത്? ODL എന്ന് പറയുന്നത് ഒരു മാർഗമാണ്, OL എന്ന് പറയുന്നത് മറ്റൊരു മാർഗമാണ്, ഒരു സഞ്ചാര രീതിയാണ്. കോഴിക്കോടിൽ നിന്ന് ഡൽഹിക്ക് പോകണം, കോഴിക്കോടിൽ നിന്ന് ഡൽഹിക്ക് പോകാൻ ഫ്ലൈറ്റിൽ പോകാം, കാറിൽ പോകാം, തീവണ്ടിയിൽ പോകാം, ബസ്സിൽ പോകാം, വേണമെങ്കിൽ നടന്നും പോകാം. എന്നെ പോലുള്ള ഫക്കീറുകൾക്ക് നടന്നും പോകാം, കുഴപ്പമൊന്നുമില്ല. ഇന്ന് 100 കോടി രൂപയുടെ ഒരു ഫ്ലൈറ്റ് ഇന്ന് ഇറങ്ങി. അതിലെ മോഹൻലാൽജിയും ഒപ്പം തന്നെ നമ്മളുടെ മോഹൻലാൽജിയുടെ സ്ഥിരം നിർമ്മാതാവ് ഉണ്ടല്ലോ, ആന്റണി പെരുമ്പാവൂർ, അദ്ദേഹവും ഇറങ്ങി വന്ന വീഡിയോ ഇന്ന് ഞാൻ കണ്ടു. 100 കോടി രൂപയുടെ, രവിപിള്ള സാറുടെ 100 കോടി രൂപയുടെ ഹെലികോപ്റ്റർ. അത് മെഴ്സഡൈസ് ബെൻസിന്റെ എല്ലാ സീറ്റിംഗ് കപ്പാസിറ്റിയും ഉള്ള എയർബസ് ആണത്രേ. ഓക്കെ, ഹെലികോപ്റ്റർ 100 കോടി രൂപയുടെ ഒരു ഹെലികോപ്റ്റർ. അങ്ങനെയും പോകാം, നടന്നും പോകാം. ഇതൊക്കെ മോഡ്, സ്റ്റാറ്റിസ്റ്റിക്സിലെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിലെ മോഡല്ല, മീൻ മീഡിയൻ മോഡിലെ മോഡല്ല, മാർഗം. ആ മാർഗമാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഇന്റൻഷൻ ഏത് ലെവലിലാണ് നിങ്ങൾക്ക്? ഒരു ഡിഗ്രി ലെവലിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിർബന്ധമായും ODL ആണ് പ്രിഫർ ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ ഞാൻ OL-ന് പാര പണിയുകയല്ലോ. OL-ന് വേറെ കുറച്ച് അർത്ഥത്തിൽ അതിന് പറ്റും. ഇങ്ങനെയൊന്നും ചിന്തിക്കാത്ത ഒരു തലത്തിലുള്ള ഒരു നാടാണെങ്കിൽ പറ്റും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കേരളത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഉദ്യോഗസ്ഥർ മനഃപൂർവം കുട്ടികൾക്ക് ഇടങ്ങേറിട്ട് തരികയാണ്. ഞാൻ ആ വാക്ക് ഉപയോഗിക്കും. ഞാനും ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു. എത്രയോ ഫയലുകൾ കുരുങ്ങിക്കിടന്നതിന്റെ നേർസാക്ഷിയാണ്. കോടതി കേസുകൾ, വ്യവഹാരങ്ങളിലൂടെ ആ ഫയലുകളെ പൊന്നുപോലെ അവർ എന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് തന്നിട്ടുള്ള അനുഭവങ്ങളുണ്ട്. ആവശ്യമില്ലാത്ത ഇടങ്ങേറ്, അത് തന്നെയാണ് പറയുക. പച്ച മലയാളത്തിൽ നമ്മുടെ നാടൻ ഭാഷ പറയുകയാണെങ്കിൽ ഇടങ്ങേറുകൾ തരുന്ന ഉദ്യോഗസ്ഥരുണ്ട്. അവർ യൂണിവേഴ്സിറ്റി സ്റ്റാഫേ ആയിരിക്കാം, പക്ഷെ ഇടങ്ങേറ് തരും. ഒരു കാര്യം ഉണ്ടാവില്ല. ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ നിർബന്ധമായും പറഞ്ഞിട്ടുണ്ട്, കുട്ടികളെ വട്ടം കറക്കുന്ന രൂപത്തിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ചോദിക്കരുത് എന്ന് നിർബന്ധമായും പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ നിയമസഭയിലെ ചോദ്യമായി വരികയും അതിന് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ സെക്രട്ടറി ഉത്തരം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കുട്ടികളെ ഇടങ്ങേറാക്കരുത് എന്ന് പറഞ്ഞ് ഞങ്ങൾ സർക്കുലർ ഇറക്കിയിട്ടുണ്ട് എന്ന്. എന്നാൽ ഇപ്പോഴും യൂണിവേഴ്സിറ്റിയിലെ ഉത്തരവ് അനുസരിച്ച് ഇടങ്ങേറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇഗ്നോയെ പറ്റി പ്രത്യേകിച്ച് ആർക്കും ഉദ്യോഗസ്ഥ തലത്തിൽ, വിദ്യാഭ്യാസ വിചക്ഷണന്മാരിൽ ഉദ്യോഗസ്ഥ തലത്തിൽ ഇഗ്നോയ്ക്ക് വേണ്ട സപ്പോർട്ട് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ഇട്ടത്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞാൻ യാചിക്കുന്നു, ഞങ്ങൾക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന് ഗവൺമെന്റ് പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കൂ. അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇക്വലൻസി സർട്ടിഫിക്കറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾക്ക് വേണ്ട, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് വേണ്ട.
UGCയുടെ വാക്ക് അതാണ്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇഗ്നോ ഈസ് ദ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. CBSE സ്കൂൾസ് സെൻട്രൽ ആണ്, നവോദയ വിദ്യാലയ സെൻട്രൽ ആണ്, ICSE എഡ്യൂക്കേഷൻ സെൻട്രൽ ആണ്. പക്ഷെ ബോർഡ് എഡ്യൂക്കേഷൻ ലോക്കൽ ആണ്, സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് അല്ല, സെൻട്രലിൽ പെടും നമ്മൾ എല്ലാവരും. നമ്മൾ വിദ്യാർത്ഥികൾ, ഇഗ്നോ സ്റ്റുഡൻസ് സെൻട്രലിൽ പെടും. അപ്പൊ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് നോ നീഡ് ഓഫ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ്. ഏത് കോടതിക്ക് വേണമെങ്കിലും പോകാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു മീറ്റിംഗിലെ വാഗ്ദാനം നമ്മൾ എല്ലാവർക്കും വേണ്ടി യാചിച്ചല്ലോ, മലയാളത്തിൽ ആ ഒരു മൂവ്മെന്റ് ഇപ്പൊ നന്നായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. ഗവർണറുടെ അടുത്തേക്ക് കത്തുകൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഗവർണറുടെ അടുത്തേക്ക് കുറെ കുട്ടികൾ കത്തുകൾ അയക്കുന്നു. നമ്മുടെ പാർലമെന്റ് അംഗങ്ങൾക്ക് കത്തുകൾ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മാസം കഴിഞ്ഞാൽ അതൊരു വലിയ വാർത്തയായി വരാനുള്ള സാധ്യതകളുണ്ട്. ഓർമ്മിപ്പിക്കുകയാണ്, മലയാളത്തിൽ പരീക്ഷ എഴുതാനുള്ള അവസരം തരാൻ ഈ ഒരു മൂവ്മെന്റിന്റെ വെളിച്ചത്തിൽ വേറെ ഒരു സംഭവം NIOS 2 കൊല്ലം മുമ്പ് നടന്നതാണ് എനിക്കൊരു പ്രചോദനം. മുമ്പ് NIOS 2 കൊല്ലം മുമ്പ് മലയാളം എന്ന് പറയുന്ന +2 സീനിയർ സെക്കൻഡറിയിലെ മലയാളം എന്നുള്ള ലാംഗ്വേജ് ഉണ്ടായിരുന്നില്ല. ഞങ്ങളെപ്പോലുള്ള കുറെ സോഷ്യൽ വർക്കേഴ്സ് അതിൽ ഇടപെട്ടു. കുട്ടികളെ വെറുതെ ഇളക്കി വിട്ടു. സത്യസന്ധമായിട്ട് അവർ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിച്ചു. നിങ്ങൾ മെറ്റീരിയൽ ഇംഗ്ലീഷിൽ തരൂ, ഞങ്ങൾ മലയാളത്തിൽ പരീക്ഷ എഴുതാം, നിങ്ങൾക്ക് അറിയാവുന്ന മാർക്ക് തരൂ. കാരണം എന്താണെന്ന് അറിയാമോ? മലയാളത്തിലുള്ള CBSE സ്കൂളുകളിലെ എല്ലാവരും തന്നെ നമ്മുടെ മലയാള ടീച്ചർമാരാണ്, മലയാള ഭാഷ നന്നായി അറിയുന്നവരാണ്. അവർ ഇംഗ്ലീഷ് മീഡിയം യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇംഗ്ലീഷ് മീഡിയം യൂസ് ചെയ്യുന്നവർ ഇംഗ്ലീഷ് മീഡിയം യൂസ് ചെയ്യട്ടെ. മലയാളം മീഡിയം യൂസ് ചെയ്യുന്ന ഞങ്ങൾക്ക് മലയാളം തരൂ, മലയാളത്തിൽ മാർക്ക് തരൂ. മലയാള അക്കം വേണമെങ്കിൽ ഉപയോഗിച്ചോളൂ, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. മാർക്ക് ഞങ്ങൾ അത് പ്രഡിക്റ്റ് ചെയ്യാം, അതൊന്നും കുഴപ്പമൊന്നുമില്ല. നിങ്ങളത് മാർക്ക് തരൂ, അതാണ് നമ്മളുടെ ഡിമാൻഡ്. അതുപോലെ തന്നെ നമ്മൾ ഒന്ന് ആവശ്യപ്പെട്ടതാണ് ഈ സംഭവം. മലയാളത്തിലെ യൂണിവേഴ്സിറ്റി ഞങ്ങൾക്ക് പരീക്ഷ എഴുതാനുള്ള അവസരം തരൂ. ബുക്ക് ഇംഗ്ലീഷിൽ തന്നാൽ മതി, ഞങ്ങളുടെ ആശയം ഞങ്ങളുടെ മാതൃഭാഷയിൽ എഴുതാനുള്ള മൗലികാവകാശം ഞങ്ങൾക്ക് അനുവദിച്ചു തരൂ എന്ന് കഴിഞ്ഞ മൂവ്മെന്റിൽ നമ്മൾ പറഞ്ഞത് ഓർമ്മയില്ലേ? അതുപോലുള്ള ഒരു മൂവ്മെന്റ് ആണ് ഇനി അടുത്ത മൂവ്മെന്റ് നമ്മൾ ഇന്നത്തെ മീറ്റിംഗിലൂടെ യാചിക്കുന്നത്. വീണ്ടും ആ ഓർഡർ എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേരളത്തിലെ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ, ജനറൽ എഡ്യൂക്കേഷൻ കൗൺസിൽ ഉണ്ട്, ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഉണ്ട്. സെക്രട്ടറി ഫോർ ഹയർ എഡ്യൂക്കേഷൻ അദ്ദേഹത്തിന്റെ വിവരാവകാശത്തിലൂടെ വെറും 10 രൂപ ചെലവാക്കൂ, വെറും 10 രൂപ ചെലവാക്കൂ. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ബുദ്ധിമതികളായ ബുദ്ധിമാന്മാരായ വിദ്യാർത്ഥിനികൾ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ നിർബന്ധമായും ചെയ്യുക. വിവരാവകാശം അനുസരിച്ച് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ അല്ലെങ്കിൽ സെൻട്രൽ സ്ഥാപനങ്ങളിലെ, കേന്ദ്രീയ സ്ഥാപനങ്ങളിലെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ കുട്ടികൾക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വേണ്ട എന്നുള്ള ഓർഡർ ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ കോപ്പി തരിക. ഒരു കോപ്പിക്ക് ഒരു പേജിന് 3 രൂപ പ്രിന്റിംഗ് ചാർജ്. അങ്ങനെ ഒരു 5 പേജോ 4 പേജോ 12 രൂപയുടെ ഒരു ചലാൻ നിങ്ങൾക്ക് അടച്ച് കൊടുക്കാം. ആകെ 22 രൂപ പോസ്റ്റൽ ചാർജ്, രജിസ്റ്റർ പോസ്റ്റ്, 12 രൂപ ചലാന്റെ കാശ്. 40 രൂപയ്ക്ക് അടുത്ത് നിങ്ങൾക്കൊരു ഓർഡർ കയ്യിൽ കിട്ടുന്നു. അത് ലോകത്തിലുള്ള ഒരുപാട് കുട്ടികൾക്കും നിങ്ങൾക്കും ഗുണമായി തീരും. ആ കടലാസം കൊണ്ട് നിങ്ങളെ ഇടങ്ങേറ് തരുന്ന ഉദ്യോഗസ്ഥന്റെ അടുത്തേക്ക് പോയിട്ട് ഈ ഓർഡർ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ രാജിവെച്ച് പോകുകേ എന്ന് പറയുക. ഞാൻ പറഞ്ഞു വന്ന പോയിന്റിൽ നിന്ന് വ്യതിചലിച്ചു. സത്യത്തിൽ നമ്മുടെ ജോബ് ഫെസിലിറ്റി ഇന്റൻഷൻ എന്താണെന്ന് അറിയാമോ മലയാളി കുട്ടികൾക്ക്? എന്റെ പ്രിയപ്പെട്ടവരെ, 4 ഡിഗ്രി അല്ലെങ്കിൽ 4 PG വെച്ചിട്ടുള്ള ഉന്നതങ്ങളായ ഉദ്യോഗസ്ഥന് വേണ്ടി ആഗ്രഹിക്കുന്ന PSC ഹോൾഡേഴ്സ്, അഭ്യസ്ത വിദ്യരുടെ നാടാണ് കേരള ഭൂമി. ഈ മലയാളക്കര 3ഉം 4ഉം PG. ഈ യോഗത്തിൽ പങ്കെടുക്കുന്നവരുണ്ട്. 2 PG ഉള്ളവരുണ്ട്, 3 PG ഉള്ളവരുണ്ട്. സാർ, ഞാൻ 2 എണ്ണം കഴിഞ്ഞു, ഞാൻ HSST 2 എണ്ണത്തിന് യോഗ്യനാണ്, പക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ല. പല സ്ഥാപനങ്ങളിലും താൽക്കാലിക ജീവനക്കാരെ വച്ചിട്ട് നിറയ്ക്കുകയാണ്.
PSC പോലുള്ള സ്ഥാപനങ്ങളിലൂടെ കൃത്യമായി നമുക്ക് തരുന്നില്ല. സാമ്പത്തിക പ്രയാസമാണ് ഒരു കാരണം. അതിന്റെ ഗുണം അനുഭവിക്കുന്ന താൽക്കാലിക ജീവനക്കാർ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും 3 PG 4 PG ഉള്ളതിൽ നിങ്ങളുടെ PGകൾ റിയൽ വാല്യബിൾ PG ആകണം. അതായിരിക്കണം നമ്മുടെ 5ാമത്തെ പോയിന്റ്, ഇന്റൻഷൻ. നമ്മുടെ ഇന്റൻഷൻ അതായിരിക്കണം, റിയൽ ആയിട്ടുള്ള കോഴ്സസിനുള്ളത്. 6ാമത്തെ പോയിന്റ് ആണ് ഇന്റൻഷൻ. 7 ലൊക്കേഷൻ. ഏറ്റവും പ്രാധാന്യമായിട്ട് ചിന്തിക്കേണ്ട വിഷയമാണ് ലൊക്കേഷൻ. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ 5 പോയിന്റ് ഞാൻ ഒരു ചെറിയ ഗ്യാപ്പ് ഞാൻ നിങ്ങൾക്ക് തരുന്നു. അവൈലബിലിറ്റി ഓഫ് ദ കോഴ്സസ് ODL ആണോ OL ആണോ എന്ന് ചിന്തിക്കണം. ഇന്ററാക്ഷൻസ് OL-ലാണോ ODL-ലാണോ ഇന്ററാക്ഷൻസ് കൂടുതലുള്ളത്. ഡ്യൂറേഷൻ OL-ൽ എങ്ങനെ ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്, ODL-ൽ എങ്ങനെ ആയിരിക്കണം, ഈ OL-ന്റെ സ്കോപ്പ് എത്രത്തോളം, ODL-ന്റെ സ്കോപ്പ് എത്രത്തോളം, OL-ന്റെ റിക്കഗ്നിഷൻ എത്രത്തോളം, ODL-ന്റെ റിക്കഗ്നൈസേഷൻ എത്രത്തോളം, ഇന്റൻഷൻ അഥവാ ജോബ് സാറ്റിസ്ഫാക്ടറി കണ്ടീഷൻസ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് ലെവൽ, ഇങ്ങനെയുള്ള ഈ ആശയത്തെ പറ്റി നമുക്ക് എത്രത്തോളമാണ് വേണ്ടത് എന്നുള്ള ആ ഒരു ഇന്ററാക്ഷൻ, ഇതിനെ പറ്റിയുള്ള ഈ 6 പോയിന്റിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ എന്നോട് ചോദിക്കാം. ഞാൻ അതിനുള്ള ഉത്തരം തന്നിട്ട് നമുക്ക് അടുത്ത ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ കഴിഞ്ഞ് അവശേഷിക്കുന്ന 4 പോയിന്റിലേക്ക് പോകാം. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. I cordially inviting the participants. Please. പറഞ്ഞോളൂ. യെസ്, അജില. പറഞ്ഞോളൂ. റൈഹാൻ, സൂരജ്, ഖത്തറിലോ കുവൈറ്റിലോ ഉള്ള ജൊഹാൻ നമുക്കുണ്ട്. മിടുമിടുക്കനായ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി ജൊഹാൻ. ജൊഹാൻ മോനെ, ഹലോ. ഹലോ, എന്തെങ്കിലും 2 വാക്ക് ചോദിച്ചോളൂ മോനെ. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ എല്ലാവർക്കും. ഞാൻ ജോഹാൻ, ഞാൻ BA സൈക്കോളജി എടുക്ക. കൺഗ്രാറ്റ്സ്. എന്തെങ്കിലും പ്രത്യേകിച്ച് ചോദിക്കാനുണ്ടോ മോനെ? ഇല്ല ഇല്ല. ഓക്കെ, മോന്റെ പ്രാക്ടിക്കൽ തുടങ്ങാൻ ഇനിയും ടൈം ഉണ്ട് കേട്ടോ. 9 മാസം ഇനിയും എടുക്കും കേട്ടോ. അസൈൻമെന്റ് ഒക്കെ നമുക്ക് എഴുതി തുടങ്ങാം. ബുക്കുകൾ പതുക്കെ കിട്ടിക്കോട്ടെ. സോഫ്റ്റ് കോപ്പി വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യേണ്ട വീഡിയോ ഞാൻ അയച്ചു തന്നിട്ടുണ്ടല്ലോ, അത് നോക്കി ചെയ്തോളൂ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്. പപ്പയോട് എന്റെ അന്വേഷണം പറയൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. അടുത്ത ഒരാൾ, മുഹമ്മദ് യാസിൻ. ഹലോ സാർ. പറഞ്ഞോളൂ. സാർ, ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയാണ് MA സൈക്കോളജി രജിസ്റ്റർ ചെയ്തത്. ജാനുവരി 6 വിജയകുമാരി. വിജയകുമാരി, ഏതാണ് സ്റ്റഡി സെന്റർ? ഇവിടെ ആർവാനിസ് കോളേജാണ്. 1441. പറഞ്ഞോളൂ. അപ്പോ എനിക്ക് CS നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മളെ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്പർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ, എൻറോൾമെന്റ് നമ്പർ കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ എങ്ങനെയാണ് പ്രോഗ്രാം ഗൈഡ് ഡൗൺലോഡ് ചെയ്യുന്നത്? ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടെ? ഓക്കെ, തെറ്റിദ്ധരിക്കരുത്. ഇല്ല, ആമുഖമാണ്. ഓക്കെ, നിങ്ങൾ റെഗുലർ ആയിട്ട് ഇമെയിൽ ചെക്ക് ചെയ്യാറുണ്ടോ? ഉണ്ട്. ഓക്കെ, എല്ലാവരും എഴുതിയെടുത്തോളൂ. പുതിയ കുട്ടികൾ, ചെക്ക് റെഗുലർലി അവർ ഇമെയിൽ. ചെക്ക് SMS റെഗുലർലി. എല്ലാവരും എഴുതിയെടുത്തോളൂ കേട്ടോ. ചെക്ക് ഇമെയിൽ റെഗുലർലി, ചെക്ക് SMS റെഗുലർലി. താങ്കൾക്ക് എന്തുകൊണ്ടാണ് ഇത്ര വൈകിയത് എന്നുള്ളതിനെ പറ്റിയുള്ള ആശങ്കയുണ്ടോ? ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് രജിസ്റ്റർ ചെയ്തത്. അപ്പൊ ഞാൻ എത്ര ദിവസമായി? 4 ദിവസം ആയതേ ഉള്ളൂ. 4 ദിവസം ആയതേ ഉള്ളൂ. എന്നാൽ 40 ദിവസം കഴിഞ്ഞവരും ഇനിയും എൻറോൾമെന്റ് നമ്പർ കിട്ടാത്തതിന്റെ വിഷമത്തിലാണ് അവരുള്ളത്.
ആയിക്കോട്ടെ. അപ്പൊ എനിക്ക് ഈ പ്രോഗ്രാം ഗൈഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നമ്പർ കിട്ടിയാലേ പറ്റൂ? അതല്ലാതെയും പറ്റും. ഈ ഗ്യാൻ ഘോഷ് കണ്ടിട്ടുണ്ടോ? ഞാൻ അതിനകത്ത് കണ്ടു. ഈ ഗ്യാൻ ഘോഷിലെ 2 മാർഗത്തിലൂടെ ഡൗൺലോഡ് ചെയ്യാം. രജിസ്റ്റർ ചെയ്യാതെയും ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ സാർ, നോക്കാം. ഓക്കെ, ഞങ്ങൾ ചിലർക്കൊക്കെ നുഴഞ്ഞു കയറാൻ പരിശീലിപ്പിക്കാറുണ്ട്. അങ്ങനെയും ചെയ്യാം, രജിസ്റ്റർ ചെയ്യാതെയും ചെയ്യാം കേട്ടോ. സാർ ഒരു സംശയം കൂടെ, അപ്പൊ എനിക്ക് അഡ്മിഷൻ ഉറപ്പായിട്ടുണ്ടാവോ? അതെ, എനിക്ക് പറയാൻ ജോത്സ്യം കിട്ടിയിട്ടില്ലല്ലോ മാം, കിട്ടിയിട്ടില്ലല്ലോ, നിങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ലല്ലോ. ഇനി അതിലുള്ള ഒരു ആശ്വാസവാക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്തെങ്കിലും തരത്തിലുള്ള മെയിൽ വന്നിട്ടുണ്ടോ? ഇല്ല. 2 തരം മെയിലാണ് സാധ്യത. ഒന്ന് കൺഫർമേഷൻ മെയിൽ, അല്ലെങ്കിൽ ഡിസ്ക്രിപ്പൻസി മെയിൽ. അപ്പോ ആ സൈറ്റില് ഞാനിത് അഡ്മിഷൻ സ്റ്റാറ്റസ് നോക്കിയപ്പോ എന്റെ ഈ രജിസ്റ്റർ ചെയ്ത ആപ്ലിക്കേഷൻ ഫോമും ഫീസ് അടച്ചതിന്റെ കഴിഞ്ഞിട്ട് താഴെ നോ ഡിസ്ക്രിപ്പൻസി എന്ന് എഴുതിയിട്ടുണ്ട്. നോ ഡിസ്ക്രിപ്പൻസി എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് നല്ല കാര്യമാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. ഇനി അടുത്ത ഒരാൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. സർ, ഞാൻ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഖദീജ ലസ്ന. പറഞ്ഞോളൂ മോളൂ. എന്റേത് പിന്നെ എൻറോൾ നമ്പർ ഒന്നും കിട്ടിയിട്ടില്ല, അത് വരികയായിരിക്കും അല്ലെ? വന്നിട്ടുണ്ടാവുമല്ലോ, എനിക്ക് അയച്ചു തന്നല്ലോ. ഇല്ലല്ലോ, വന്നിട്ടില്ലല്ലോ. ഞാൻ ചെക്ക് ചെയ്തതാണല്ലോ. ഇപ്പോഴും ചെക്ക് ചെയ്തു. ഒരു ആശ്വാസവാക്ക് പറഞ്ഞോട്ടെ. ഡിസ്ക്രിപ്പൻസി എന്ന് പറഞ്ഞിട്ട് ഒരു ഇമെയിൽ എങ്ങാനും വന്നിട്ടുണ്ടോ? ഒരു മിനിറ്റ്, ഞാൻ കണ്ടതായിട്ടില്ല. ആകെ ഇല്ല കേട്ടോ. അപ്പൊ അത് എങ്ങനെ സന്തോഷമാകുന്നു എന്ന് ഞാൻ പറഞ്ഞു തരാം. ഡിസ്ക്രിപ്പൻസി എന്ന് പറഞ്ഞാൽ അപാകതയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ വന്നിട്ടില്ല എങ്കിൽ അത് ആശ്വാസമല്ലേ? ശരിയാണ്. അപ്പോ സ്വാഭാവികമായിട്ടും ഇപ്പൊ അഡ്മിഷൻ എടുത്തിട്ട് 4 ദിവസത്തിൽ കൂടുതലായില്ലേ? ഞാൻ 8 എണ്ണം അയച്ചു തന്നത്. ഓക്കെ, പ്രൊസീഡ് പറഞ്ഞത്. ഇപ്പൊ എത്ര ദിവസമായി? 4 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ പിറ്റേ ദിവസം വന്ന കുട്ടികളുണ്ട്. പിറ്റേ ദിവസം തന്നെ വന്ന ഒരു അഭിമാന പുരസ്കാരം പറഞ്ഞിട്ടുണ്ട്. സാർ എന്റെ ഈ വന്നു PG അടക്കം പിറ്റേ ദിവസം വന്ന MEG സ്റ്റുഡൻസ് ഇക്കൂട്ടത്തിലുണ്ട്. അപ്പൊ ബേജാറാകേണ്ടതില്ല. ഓരോ റീജിയണൽ സെന്ററിലെ ഉദ്യോഗസ്ഥർ ഓരോ ലെവലിലായിരിക്കും. നമ്മളിൽ തന്നെ എക്കണോമിക്സ് ടീച്ചർ 5 പേരുണ്ടെങ്കിൽ 5 പേർക്കും 5 തലമാണല്ലോ. അപ്പൊ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യോ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. ശരി. ഓക്കെ, താങ്ക് യു. ഇനി ആർക്കെങ്കിലും? ഒരു മിനിറ്റും കൂടി ഞാൻ അവസരം തരുന്നു. അത് കഴിഞ്ഞ് അടുത്ത 4 പോയിന്റിലേക്ക് പോവുകയാണ്. ആർക്കെങ്കിലും ചോദിച്ചോളൂ. യെസ് മിസ് പ്രിയ. സർ, ഇപ്പൊ ജനുവരി അഡ്മിഷൻ എടുത്തവര് ഒക്ടോബറിൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം പറഞ്ഞത് കണ്ടു. അപ്പം അവർക്കുള്ള അസൈൻമെന്റ് ഇപ്പൊ അസൈൻമെന്റ് സൈറ്റിൽ കിടക്കുന്നത് 2021 to 2022 എന്ന് കാണുന്നുണ്ട്. അവർക്കുള്ള അസൈൻമെന്റ് 22 ബാച്ചിൽ പെടുവല്ലോ. അപ്പൊ അത് തന്നെയാണ്. പക്ഷെ ആ അസൈൻമെന്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിന്റെ എൻഡിൽ അവർ എഴുതിയിട്ടുണ്ട് അത് ഓൺലി ഫോർ 2021 ജാനുവരി ആൻഡ് ജൂലൈ സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് അങ്ങനെ കൊടുത്തു. അപ്പൊ അത് തന്നെയായിരിക്കും നമുക്കുള്ള അസൈൻമെന്റ്. നിങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത് നോക്കൂ. വിശദീകരിച്ചിട്ടുള്ള ഇൻഫർമേഷനിൽ എന്താണ് ടൈറ്റിൽ? ചിലപ്പോ ഒന്നിൽ നിന്ന് മറ്റൊന്ന് പ്രിന്റ് എടുക്കുമ്പോ സാധാരണഗതിയിൽ ഒരു ഫോർമാറ്റിൽ നിന്ന് വേറെ ഒരു ഫോർമാറ്റിലേക്ക് പോകുമ്പോ ചിലപ്പോ ഏതെങ്കിലും 1 ലൈൻ 2 ലൈൻ ഒക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റാണ്ട് മറന്ന് ചിലപ്പോ അങ്ങനെ പോയിട്ടുണ്ടാകാം. വിശദീകരിച്ചുള്ള ഇൻഫർമേഷനിൽ എന്താണോ ഉള്ളത് അത് ഫോളോ ചെയ്യാം.
ഓക്കെ സാറിന്റെ അഭിപ്രായത്തില് എങ്ങനെയായിരിക്കും ഞങ്ങളുടെ അസൈൻമെന്റ് ഇപ്പൊ ഒക്ടോബറിൽ വെക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ ഇപ്പൊ കൊടുത്തിരിക്കുന്നത് തന്നെ ആയിരിക്കും ഞങ്ങൾക്കും ഉള്ളത്? രണ്ടെണ്ണവും ഉണ്ട്. അതെ. എം നോട്ട്സ് നിങ്ങൾക്ക് 7 പോയിന്റ് ഉള്ള മെസ്സേജ് അയച്ചു തന്നതില് 4ാമത്തെ പോയിന്റില് ചോദിച്ചിട്ടുണ്ടല്ലോ ഒരു ചോദ്യം. അതെങ്ങനെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. അത് 4ാമത്തെ പോയിന്റില് നിങ്ങൾക്ക് അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെട്ടോളൂ എന്ന് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് പരിശോധനയ്ക്ക് വിധേയമായിട്ട് നിങ്ങൾക്ക് അയച്ചു തരപ്പെടും. അസൈൻമെന്റ് ഞങ്ങൾക്ക് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ. അത് ചെയ്തോളൂ, കുഴപ്പമില്ലല്ലോ, അത് ചെയ്യാലോ. അത് തന്നെയാണോ ഞങ്ങൾക്ക്? അതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന് എനിക്ക് ഞാൻ എങ്ങനെ കാണുന്നു? അതാണ് ഇവിടുത്തെ വിഷയം. ഞാൻ കാണുന്നില്ലല്ലോ. ഞാൻ ഉത്തരം പറയണമെങ്കിൽ എനിക്ക് കണ്ണുകൊണ്ട് കാണണം. ജാനുവരി 21 ജൂലൈ 21 പറയുന്നുണ്ടല്ലോ ഒരേ സംഗതി 2 പേര് അതിൽ തന്നെ കാണുന്നു എന്ന്. അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ തന്നെ ഏതെങ്കിലും ഒരു തീരുമാനത്തിലെത്തൂ. പറഞ്ഞത് മനസ്സിലായോ? അല്ലെങ്കിൽ ഇത്തിരി ക്ഷമിക്കോ, നമുക്ക് നോക്കാം. ക്ഷമയോടുകൂടി നമുക്ക് നോക്കാം കേട്ടോ. തിടുക്കം എന്തിനും നല്ലതല്ല. ഓക്കെ, അടുത്ത ഒരാൾ. അല്ലെങ്കിൽ ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. പ്രിയപ്പെട്ടവരെ, ഓൺലൈൻ പ്രോഗ്രാം ODL പ്രോഗ്രാം തമ്മിലുള്ള കമ്പാരിസൺ സ്റ്റഡിയില് പ്രത്യേകിച്ച് ഈ 7, 8, 9, 10 പോയിന്റ്സ് നമ്മൾ ചില പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ക്ലബ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് പറയുകയാണ്. സത്യത്തിൽ ഡിസ്റ്റൻസ് ലേണിംഗ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മളുടെ സാധാരണ കാണുന്നത് പോലെ ഈ ഡിസ്റ്റൻസ് ലേണിംഗ് എന്ന് നമ്മൾ പറയുന്നതിലെ എല്ലാ ലെവലിലും അത് കിട്ടും. ഡിസ്റ്റൻസ് ലേണിംഗ് എല്ലാ ലെവലിലും പറ്റും. ഏതൊക്കെ ലെവലിലാണ്? ഒരു പ്രത്യേകിച്ചുള്ള ഒരു ഫിസിക്കൽ പ്രസൻസ് ഇല്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. നോ ഫിസിക്കൽ പ്രസൻസ്. പക്ഷെ സ്കൂൾ ലെവലില്, കോളേജ് ലെവലില്, ഹയർ ലെവലില്, ഹയർ സ്റ്റഡി ലെവലില്, ട്രെയിനിങ് ലെവലില് ഇതെല്ലാം ODL പറ്റും. അത് പ്രത്യേകം മനസ്സിലാക്കൂ കേട്ടോ. ODL പ്രോഗ്രാം BCA പോലുള്ള, MCA പോലുള്ള, BBA പോലുള്ള, BSc പോലുള്ള പ്രോഗ്രാമുകൾക്കും ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ സേക്രഡ് ഹാർട്ട് കോളേജ്, JDT ഇസ്ലാം എല്ലാം BSc ആന്ത്രപ്പോളജി, സുവോളജി, ബോട്ടണി, കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് തുടങ്ങിയ BSc പ്രോഗ്രാമുകൾ അടക്കം, MBA പ്രോഗ്രാം അടക്കം, MCA പ്രോഗ്രാം അടക്കം നമുക്ക് ODL ചെയ്യാം. പക്ഷെ ഓൺലൈനിൽ ഇത് സാധ്യമല്ല. ഓൺലൈനിൽ സാധ്യമല്ല. അത് പ്രത്യേകം അടിവരയിട്ട് ചിന്തിക്കുക. ഓൺലൈനില് ലബോറട്ടറിക്കൽ സയൻസ് പാടില്ല. അത് UGCയുടെ പ്രത്യേക മാനദണ്ഡമാണ്. പക്ഷെ S എന്നുള്ള പേരിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയുമായി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നാദാപുരത്ത്, അതുപോലെ തന്നെ തലശ്ശേരിയില്, അങ്ങനെയുള്ള പരിസരത്തിലുള്ള കോളേജുകളില് S എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റിയില്, അത് രാജസ്ഥാനിലാണ് ആ യൂണിവേഴ്സിറ്റി ഉള്ളത്. ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, ഓൺലൈൻ പ്രോഗ്രാം, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, ആ കുട്ടി രണ്ടിനെയും കുഴച്ചിട്ടാണ് പറയുന്നത്. അവിടുന്ന് ഞാൻ ഫോറൻസിക് സയൻസിലെ ഡിഗ്രി കഴിഞ്ഞു, ഇഗ്നോയിൽ എനിക്ക് ഒരു PG തരുമോ എന്നാണ് ചോദിച്ചിട്ട് വരുന്നത്. ഒരു PGക്ക് അഡ്മിഷന് ഞാൻ എന്ത് ചെയ്യണം സാർ? ആ S എന്നുള്ള രാജസ്ഥാനിലെ യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റി അല്ലാത്തത് കൊണ്ട് താങ്കൾക്ക് അഡ്മിഷൻ കിട്ടില്ല എന്ന് ഞാൻ തറപ്പിച്ച് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ അദ്ദേഹം, സാർ ഞാൻ 4 ലക്ഷം രൂപ ചെലവാക്കിയിട്ടാണ് ഈ ഫോറൻസിക് സയൻസ് പഠിച്ചത്. എന്റെ സീനിയർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഫോറൻസിക് സയൻസിൽ MScക്ക് പഠിക്കുന്നു എന്ന് പറഞ്ഞു. അതൊരു വലിയ ബഡായാകാനേ സാധ്യതയുള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം.
അങ്ങനെ ആരും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഉദ്യോഗസ്ഥരൊന്നും അങ്ങനെ കൊടുക്കില്ല. ഇഗ്നോയുടെ പോലും സർട്ടിഫിക്കറ്റ് തരാത്തവര് ഈ രാജസ്ഥാനിലെ SC യൂണിവേഴ്സിറ്റിക്ക് അവർ കൊടുക്കുവോ? ഒരിക്കലും കൊടുക്കില്ല, കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ കുട്ടി സ്വയമേ ഒരു എസ്കേപ്പ് മാനിയ പ്രകടിപ്പിച്ചതാണ്. അപ്പൊ അതിന്റെ അവൈലബിലിറ്റി പ്രത്യേകം മനസ്സിലാക്കുക. അവൈലബിൾ ഇൻ ഓൾ ലെവൽ. ODL എല്ലാ ലെവലിലും കിട്ടും. B.Ed അടക്കം. ഇഗ്നോയിലെ B.Ed മാത്രമാണ് അംഗീകാരം. നേരത്തെ M.Ed ഉണ്ടായിരുന്നു. ഇപ്പൊ M.Edന് ഒരു ചെറിയ കൺട്രോൾ ഇട്ടിരിക്കുകയാണ്. MSc ഫുഡ് സയൻസ്, നമ്മുടെ സോഷ്യൽ വർക്ക്, ഇതെല്ലാം തന്നെ അതിന്റെ അകത്തുണ്ട്. ഓക്കെ, അത്തരത്തിലുള്ള MScകളെല്ലാം തന്നെ നമുക്ക് ലഭ്യം. അത് ലബോറട്ടറിക്കൽ പ്രോഗ്രാം ആണല്ലോ MSc. അത് UGC അംഗീകരിച്ചിട്ടുണ്ട്. UGC അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടാണ് മുഹമ്മദ് മുബാറക് മാസ്റ്റർ MSc കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇഗ്നോയിൽ ODL ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും 2025 വരെ അംഗീകാരത്തിന്റെ പത്രം വാങ്ങിച്ച് ഇഗ്നോ പോക്കറ്റിൽ ഇട്ടുകൊണ്ടാണ് ഈ A++ന്റെ മുദ്രാവാക്യം വിളിച്ച് സൈറ്റിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ നേരത്തെ മദ്രാസ് തമിഴ്നാട്ടിലെ A എന്നുള്ള യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു അതുപോലുള്ള ഒരു കുപ്രചരണം നമുക്ക് ഉണ്ടാകാൻ വഴിയില്ല. നമുക്ക് 2025 വരെ ഇപ്പൊ ഡിഗ്രി എടുക്കുന്നവരുടെ എപ്പോഴാണ് അവസാനിക്കുക? 2025. നിങ്ങൾ ഒട്ടും ബേജാറാകേണ്ടതില്ല. അതുവരെ നിങ്ങളുടെ കോഴ്സിന് അംഗീകാരം UGCയിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് ഇഗ്നോ ഉള്ളത്. പക്ഷെ വേറെ ഒരു പ്രത്യേകത, സത്യത്തിൽ ഇഗ്നോയ്ക്ക് UGCയുടെ അംഗീകാരവും വേണ്ട. അത്രയോ അഹങ്കാരം പാടില്ല എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ അതാണ് അതിന്റെ യാഥാർത്ഥ്യം. UGCയുടെ അംഗീകാരവും സത്യത്തിൽ വേണ്ട. എന്നിരുന്നാലും UGCയുടെ അംഗീകാരം ഇഗ്നോ വാങ്ങിച്ചിരിക്കുന്നു. കാരണം എന്താണെന്ന് അറിയാമോ? അതും ഞാൻ പറഞ്ഞു തരാം. ഇഗ്നോ പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. MHRDയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന, UGCയുടെ ഗൈഡ് ലൈനിൽ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്. അത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ്. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ തന്നെ 2 തരത്തിലുണ്ട്. പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റിയും UGC MHRDയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റിയും. ഇഗ്നോ പാർലമെന്റ് ആക്ട് പ്രകാരം 1985 മുതൽ പാർലമെന്റ് ആക്ട് നമ്പർ 40 പ്രകാരം പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. ഇഗ്നോയിലെ ഏറ്റവും ടോപ്പ് പോസ്റ്റ് എന്ന് പറയുന്നത് വിസിറ്റർ ഓഫ് ഇഗ്നോ ആണ്. അത് ഓണറബിൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. അതാണ് ഇഗ്നോയുടെ പ്രത്യേകത. മറ്റൊരു പ്രത്യേകം ഉള്ളത്, ODLന് ഓൺലൈൻ സ്റ്റഡി കണ്ടന്റ് എല്ലാം ഉണ്ട്. ഓൺലൈൻ സ്റ്റഡി കോമ്പണന്റ് എല്ലാം ഉണ്ട്. ഈ മെറ്റീരിയൽസ് എല്ലാം ലഭിക്കും. ഫേസ് ടു ഫേസ് ക്ലാസ്സുകൾ ലഭിക്കും. ലൈബ്രറി ഫെസിലിറ്റി ഉണ്ട് നിങ്ങളുടെ എല്ലാ റീജിയണൽ സെന്ററുകളിലും. സെന്റ് തോമസ് പാല A++ അംഗീകാരം കിട്ടിയ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അഭിമാനം കൊള്ളാം നമുക്ക്. മാർ ഇവാനിയസ്, JDT ഇസ്ലാം 30 ഏക്കറിൽ പരന്നു കിടക്കുന്ന കോളേജാണ്. ഫറോക്ക് കോളേജ്, എടത്തല അല്ലമീൻ കോളേജ്, ഇതൊക്കെ, അതുപോലെ കൊല്ലം SN കോളേജ്, കണ്ണൂർ SN കോളേജ്, ഇതൊക്കെ ഇഗ്നോയിലെ കേരളത്തിലെ സ്റ്റഡി സെന്റേഴ്സ് ആണ്. എടത്തല അല്ലമീൻ, ഇതെല്ലാം മമ്പാട്, തിരൂരങ്ങാടിയിലെ PSMO, കേരളവർമ്മ, രാജപാരമ്പര്യമുള്ള കോളേജാണ് കേരളവർമ്മ. അത്തരത്തിലുള്ള മഹത്തായ കോളേജുകൾ നമുക്കുണ്ട്. കൊച്ചിൻ കോളേജ്, അങ്ങനെയുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷൻസും നമ്മളുടെ ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവയ്ക്കെല്ലാം A++ അംഗീകാരമുള്ള മഹത്തായ യൂണിവേഴ്സിറ്റീസ്. അവിടെയെല്ലാം ലൈബ്രറികളുണ്ട്, ഡിജിറ്റൽ ലൈബ്രറികളുണ്ട്. കേരളവർമ്മയുടെ ലൈബ്രറികളൊക്കെ കണ്ട് ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയിട്ടുണ്ട്. അത്രയും ബൃഹത്തായ ലൈബ്രറി സൗകര്യങ്ങളാണ്. എന്തുകൊണ്ട് വിക്ടോറിയ കോളേജിന്, കട്ടപ്പനയിലെ ഗവൺമെന്റ് കോളേജ് ഇഗ്നോയിലെ സ്റ്റഡി സെന്റർ ആണ്. എന്തുകൊണ്ട് ഇഗ്നോ പാലക്കാട് വിക്ടോറിയ കോളേജ് കിട്ടിക്കൂടാ എന്ന് ആലോചിക്കുന്ന വ്യക്തിയാണ്. MLA-മാരെയും MP-മാരെയും ഞാൻ കാണുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്തുന്നുണ്ട്. പൈതൃകം ഉറങ്ങിക്കിടക്കുന്ന ചിറ്റൂർ കോളേജ്, അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബഹുമാന്യനായ ഒരു ARD സാറുമായിട്ട് ഞാനും ചിറ്റൂർ കോളേജിലെ ക്യാമ്പയിന് പോയപ്പോ ഞങ്ങൾ അതിനുള്ള പ്രപ്പോസൽസ് വച്ചിട്ടുണ്ട്. തമിഴ് ഒരു ലാംഗ്വേജ് ആയിട്ട് പഠിപ്പിക്കുന്ന അപൂർവം ചില യൂണിവേഴ്സിറ്റീസ്, PSc MSc ജോഗ്രഫി ഉള്ള കേരളത്തിലെ അപൂർവം ചില കോളേജുകളിൽ ഒന്നാണ് ചിറ്റൂർ ഗവൺമെന്റ് കോളേജ്.
വിശാലമായ ചിറ്റൂർ പുഴയുടെ തീരത്തുള്ള കോളേജിലൊക്കെ നമുക്കൊരു പഠന കേന്ദ്രമാവുക എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോ അവിടുത്തെ ലൈബ്രറികളെല്ലാം നമുക്ക് വിനിയോഗിക്കാം എന്നാണ് പറയുന്നത്. ചില ലാബ് പ്രോഗ്രാമുകൾക്ക് ഇത് ഉപയോഗിക്കാം, അവിടുത്തെ ലാബ് തന്നെ ഉപയോഗിക്കാം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇഗ്നോയിലെ അധ്യാപകരെല്ലാവരും കേരളത്തിലെ പരമ്പരാഗതമായിട്ടുള്ള കോളേജുകളിലെ സ്ഥിരം അധ്യാപകരാണ്. അവരവരുടെ വീടുകളിൽ മലയാള ഭാഷ തന്നെയാണ് സംസാരിക്കുന്നത്. അവരുടെ കുട്ടികളെ മലയാളത്തിലും പഠിപ്പിക്കുന്നുണ്ട്. അവിടുത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കുട്ടികളായിക്കോട്ടെ, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കുട്ടികളായിക്കോട്ടെ, കേരള യൂണിവേഴ്സിറ്റി കുട്ടികളായിക്കോട്ടെ, ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി കുട്ടികളായിക്കോട്ടെ, കണ്ണൂർ യൂണിവേഴ്സിറ്റി കുട്ടികളായിക്കോട്ടെ, അവർക്കെല്ലാവർക്കും മലയാളത്തിൽ എഴുതാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. BSc മാത്സും B.Ed മാത്സും മലയാളത്തിൽ എഴുതി വിജയിച്ച വ്യക്തിയാണ് ഞാൻ. എല്ലാവരും അത്ഭുതം കൂറും, മലയാളത്തിലെ മാത്സോ അങ്ങനെ എഴുതിയ വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് മലയാളത്തിന് വേണ്ടി വാദിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായി ഇത്തരത്തിലുള്ള കോളേജുകളില് നമുക്ക് ഭാഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത് പോലെ തന്നെ ലാബുകൾക്ക് പ്രാധാന്യം കൊടുക്കാം. അവിടുത്തെ ലാബുകൾ നമുക്ക് വിനിയോഗിക്കാം. അതാണ് ഈ പറഞ്ഞു വന്നതിന്റെ രത്ന ചുരുക്കം. പക്ഷെ ഓൺലൈൻ പ്ലാറ്റ്ഫോമില് ഇത്തരത്തിലുള്ള ഫുള്ളി ഓൺലൈൻ ആയിരിക്കും. ഫേസ് ടു ഫേസ് ക്ലാസ്സുകൾ അവിടെ ഇല്ല. ഇതുപോലുള്ള ഫേസ് ടു ഫേസ് ക്ലാസ്സുകളും ചിലപ്പോൾ അവിടെ ഇല്ല. വിർച്വൽ ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകൾ, അതാണ് അവർക്ക് കൂടുതൽ. എന്ന് പറഞ്ഞ ഓൺലൈൻ പ്രോഗ്രാമിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ ഒരിക്കലും പറയുന്നില്ല കേട്ടോ. ഇത് ചെയ്താൽ ഇത് കിട്ടും, ഓഡിയൽ ചെയ്താൽ ഇതും കിട്ടും, അതിന്റെ അപ്പുറവും കിട്ടും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇതും കിട്ടും, ഇതിന്റെ അപ്പുറവും കിട്ടും എന്നാണ് പറയുന്നത്. മട്ടാഞ്ചേരിക്ക് ബസ്സിലൂടെയും പോകാം, നമ്മളുടെ കായലിലൂടെ ബോട്ട് ജേണിയും നടത്താം. ബോട്ട് ജേണി നടത്തിയാൽ പ്രകൃതി രമണീയമായ ഒരു ഉല്ലാസയാത്രയും, ഒന്ന് കടലൊക്കെ ഒന്ന് കണ്ട്, പഴയ ബ്രിട്ടീഷുകാരുടെ പാലമൊക്കെ ഒന്ന് കണ്ട് പിന്നെ മട്ടാഞ്ചേരിയിലേക്ക് പോകാം. പക്ഷെ ആ ഒരു അനുഭവം നമ്മൾ ബസ്സിൽ പോകുമ്പോൾ കിട്ടില്ല. അത്രേ ഉള്ളൂ. നമ്മൾ മട്ടാഞ്ചേരിക്കാണ് പോകുന്നത്. പക്ഷെ ഇത് രണ്ടെണ്ണത്തിലൂടെയും പോകാം, അത് ഒന്നിലൂടെയേ പോകാൻ പറ്റൂ. അത്രയേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വേറെ ഒരു സംഗതി ഞാൻ ഉദ്ദേശിച്ചില്ല. അപ്പൊ വിർച്വൽ എൻവയോൺമെന്റ് ആണ് ഓൺലൈൻ പ്രോഗ്രാമിന്, ഫുള്ളി വിർച്വൽ എൻവയോൺമെന്റ്. ഇവിടെ വിർച്വൽ എൻവയോൺമെന്റും ഫിസിക്കൽ എൻവയോൺമെന്റും നമുക്ക് കിട്ടും. അതിന് വിർച്വൽ എൻവയോൺമെന്റിലെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് സ്കൈപ്പ്, മൂഡിൽ റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് ഉപയോഗിക്കുന്നത്. അതാണ് ഓൺലൈനിന്റെ പ്രത്യേകത. അവിടെ ബുക്സ് പ്രിന്റഡ് ബുക്കല്ല, സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് നമ്മുടെ കയ്യിൽ തരുന്നില്ല. ഈ ബുക്ക് ആയിരിക്കും കിട്ടുക, ഇലക്ട്രോണിക് ബുക്ക് ആയിരിക്കും കിട്ടുക. അതിൽ തന്നെ എത്ര പേർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന് അറിയാമോ? അറിയാതെ സോഫ്റ്റ് കോപ്പിയിൽ ക്ലിക്ക് ചെയ്ത് പോയി. ആരെങ്കിലും ഇക്കൂട്ടത്തിൽ അങ്ങനെ ഉണ്ടോ? എന്നോട് ആവശ്യപ്പെട്ടവരുണ്ട്, സാർ കാശ് എത്ര വേണമെങ്കിലും തരാം, ബുക്ക് ഒന്ന് സംഘടിപ്പിച്ച് തരുമോ? അങ്ങനെ ബുക്ക് സംഘടിപ്പിക്കാൻ നിർവാഹമില്ല. ഇനി നിങ്ങൾക്ക് അങ്ങനെ അഡീഷണൽ സ്റ്റഡി മെറ്റീരിയൽ വേണമെങ്കിൽ ഡൽഹിയിലേക്ക് നിങ്ങൾക്ക് DD അയച്ചാൽ ബുക്ക് കിട്ടും, ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ കിട്ടും. അതിന്റെ കാറ്റലോഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് ലഭ്യമാണ്, ഇഗ്നോയുടെ സൈറ്റിൽ ലഭ്യമാണ്. നമുക്ക് അത്തരത്തിലുള്ള മിസ്സലീനിയസിന്റെ ഞാനൊരു വീഡിയോ അത് ചെയ്തിട്ടുണ്ടല്ലോ, മിസ്സലീനിയസ് ഫീ എങ്ങനെ അടയ്ക്കാം എന്നുള്ള ഒരു വീഡിയോ ഉണ്ട്. അതിൽ ഈ ബുക്ക് സ്റ്റഡി മെറ്റീരിയൽസിന് നമുക്ക് പേയ്മെന്റ് കൊടുക്കാം. ഈ കണ്ടന്റുകളെല്ലാം തന്നെ CD-യിൽ കിട്ടും. ഈ ബുക്കിലുള്ള കണ്ടന്റുകളെല്ലാം CD-യിൽ കിട്ടും. പണ്ടായിരുന്നു CD, ഇപ്പൊ ഉള്ള ലാപ്പില് CD ഒന്നും ഇല്ലല്ലോ. ഇപ്പൊ നമുക്കൊന്ന് ഞെക്കിയാൽ തന്നെ ഷെയർ ചെയ്യപ്പെടുകയല്ലേ. അപ്പൊ CD ചെയ്തു വെച്ചതൊക്കെ വെറുതെ ആയി പോയി. അതാണ് നിലവിലെ സാഹചര്യം. പക്ഷെ ഇപ്പോഴും ആ ഒരു മെത്തേഡ് അവൈലബിൾ ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ സോഫ്റ്റ് കോപ്പിയിൽ ക്ലിക്ക് ചെയ്ത ആ വ്യക്തി MSW-വിനാണ് സോഫ്റ്റ് കോപ്പി ക്ലിക്ക് ചെയ്തത്. ആലോചിച്ച് നോക്കൂ. ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? പ്ലീസ് ചമ്മണ്ട, ഒന്ന് വന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അഭിമാനമാണ്, നിങ്ങളെ സഹായിക്കാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ കാര്യം പറഞ്ഞു തരാം. അവർക്ക് വർക്ക് ബുക്ക് ജേണൽ ഉണ്ട്. വർക്ക് ബുക്ക് ജേണൽ ഒരു ഡയറി പോലെ, ചിലപ്പോൾ ഒരു 250-300 പേജുള്ള ഒരു ബുക്കായിരിക്കും. ആ ബുക്കിലെ പേജിന്റെ അകത്ത് ലൈൻ ഇട്ട് കൊടുക്കും. നമ്മൾ ഇന്റർവ്യൂ നടത്തുന്നത് അപ്പൊ തന്നെ രേഖപ്പെടുത്താൻ നെയിം ഓഫ് ദി ക്ലയന്റ്, ഏജ്,
ജെൻഡർ, കേസ് ഹിസ്റ്ററി, പ്രീവിയസ് ഹിസ്റ്ററി, റെസ്പോണ്ടന്റിന്റെ നെയിം, അവരുടെ പെർമിഷൻ, ഏത് ഡേറ്റ്, ഏത് ടൈം, ഓക്കെ, ഫൈൻഡിങ്സ് കണ്ടെത്തുന്നത്, പിന്നെ അതിൽ നിന്ന് വന്നിട്ടുള്ള പ്രൊസീജിയേഴ്സ്, നമ്മൾ കണ്ടെത്തിയ ഫൈൻഡിങ്സ് എന്തൊക്കെയാണ്, ഏത് പ്രൊസീജിയറിലൂടെ നമ്മൾ പോയി, എന്നിട്ട് അതിന്റെ കൺക്ലൂഷൻ എന്തൊക്കെ എത്തി, ആ കൺക്ലൂഷനിൽ നിങ്ങൾ ഒരു റിഫ്ലക്ഷൻ, ഒരു സോഷ്യൽ വർക്കർ എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലക്ക് നിങ്ങൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കി, ഫൈനൽ യുവർ ഒപ്പീനിയൻ, നിങ്ങളുടെ ഏറ്റവും അവസാനത്തെ കൺക്ലൂഷൻ അത് എഴുതി വെക്കാൻ. അത്രയും എഴുതാനുള്ളത് വര 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 കൊടുത്ത് ഒരു 10 പേജ് ഉള്ളത്, അതിന് നമ്മൾ എവിടെ പോയി അതുണ്ടാക്കും? അത് പ്രിന്റ് ഔട്ട് എടുക്കാൻ തന്നെ, അത്തരത്തിലുള്ള ബുക്ക് മുഴുവനും എടുക്കാൻ തന്നെ ഒരു പേജിന് 3 രൂപ വെച്ച് വാങ്ങിച്ചാൽ, സാധാരണ ഡൗൺലോഡ് ചെയ്യുന്ന പേജിന് 5 മുതൽ 10 വരെ വാങ്ങുന്നുണ്ട്. 10 പേജ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 50 രൂപ 100 രൂപ കൊടുക്കാം. ഇത് 200 പേജ് ആണെങ്കിൽ 2000 രൂപ കൊടുക്കേണ്ടി വരും. കോഴ്സ് ഫീയുടെ പകുതിയുടെ അടുത്ത് കൊടുക്കേണ്ടി വരും. ഒരൊറ്റ ക്ലിക്ക് 15% ലാഭം കിട്ടും എന്നുള്ള അർത്ഥത്തില്, സോഫ്റ്റ് കോപ്പി എന്ന് അറിയാണ്ട് ഒറ്റ ക്ലിക്ക്, അതിന് മറ്റേ ക്ലിക്ക് തിരിച്ചു ചെയ്യാൻ വകുപ്പില്ല, പേയ്മെന്റ് അടച്ചു പോയി സോഫ്റ്റ് കോപ്പി. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്. ഈ ബുക്കാണ് ഓൺലൈൻ പ്രോഗ്രാമിൽ ലഭിക്കുക. ഡിജിറ്റൽ ലൈബ്രറി നമുക്ക് കിട്ടുവട്ടോ, അത് വലിയ സംഗതിയാണ്. ആ തരത്തിലുള്ള മേഖലയിലേക്ക് പോകാം. ഓൺലൈൻ കറസ്പോണ്ടൻസേ ഉണ്ടാവും. അതാണ് ഏറ്റവും വലിയ ഒരു ഇടങ്ങേറ്. ഞാൻ അതിനെ ഇടങ്ങേറെന്ന് തന്നെ പറയും. ഓൺലൈൻ ഇപ്പൊ തന്നെ നമ്മുടെ കുട്ടികൾ, സാർ എനിക്ക് ID കാർഡ് കിട്ടിയില്ല എന്നാണ് പറയുക. ID കാർഡ് കിട്ടില്ല, ID നമ്മൾ എടുക്കണം. പ്രോസ്പെക്ടസ് വന്നില്ല സാർ, പ്രോസ്പെക്ടസ് വരില്ല, നമ്മൾ എടുക്കണം. ബുക്ക് വന്നില്ല, ഓക്കെ, ബുക്ക് വരും. ബാക്കിയുള്ളതൊക്കെ നമ്മൾ എടുക്കണം. സാർ വീഡിയോയിൽ കുറെ പറയുന്നുണ്ടല്ലോ സ്റ്റുഡന്റ് സ്റ്റാറ്റസ്, എനിക്ക് കിട്ടിയില്ല സാർ, സ്റ്റുഡന്റ് സ്റ്റാറ്റസ് കിട്ടില്ല, നമ്മൾ എടുക്കണം, പോയി എടുക്കണം. അതുപോലെ തന്നെ ഇവിടെ എല്ലാ ഇൻഫർമേഷനും, സാർ പരീക്ഷയുടെ കാര്യം ഞാൻ അറിയില്ല, നമ്മൾ കാണണം, നമ്മൾ മനസ്സിലാക്കണം. അതിനാ ഞാൻ പറയുന്നത് വിസിറ്റ് RC പോർട്ടൽ റെഗുലർലി. നേരത്തെ എഴുതാൻ പറഞ്ഞത് അതിനാണ്. റെഗുലർലി നിങ്ങൾ വാച്ച് ചെയ്യണം. അണ്ടർസ്റ്റാൻഡ് യുവർ കോർഡിനേറ്റേഴ്സ് നെയിം ആൻഡ് ഫോൺ നമ്പർ എഴുതിയെടുത്തോളൂ. ഇഗ്നോയുടെ സൈറ്റിൽ പോയാൽ കിട്ടും, RC സൈറ്റിലുണ്ട്. നിങ്ങൾ ഏത് കോളേജിലാണ് നിങ്ങളുടെ സ്റ്റഡി സെന്റർ, ആ സ്റ്റഡി സെന്ററിലെ കോർഡിനേറ്റർ ഇഗ്നോയ്ക്ക് വേണ്ടി ആരെയാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്, അവരുടെ ഫോൺ നമ്പർ എന്താണ് എന്നുള്ളത് കൃത്യമായി കിട്ടും. സൈറ്റിൽ പോയി കണ്ടോളൂ, അത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. എല്ലാം തന്നെ എല്ലാവരിൽ നിന്ന് കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്, നമ്മൾ തന്നെ ചെയ്യണം. പ്രത്യേകിച്ച് ഓൺലൈൻ പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും കിട്ടില്ല. ഇങ്ങനെ പറഞ്ഞു തരാനുള്ള ഒരു പ്ലാറ്റ്ഫോമും അതിന്റെ അകത്ത് ഇല്ല. ട്യൂട്ടർ വിത്ത് ഇമെയിൽ, അതാണ് പ്രത്യേകത ഓൺലൈൻ പ്രോഗ്രാമിന്. ട്യൂട്ടർ വിത്ത് ഇമെയിലാണ് അവിടെ ഏറ്റവും വലിയ സംഗതി. അത് ജിമെയിൽ ആയിക്കോട്ടെ, റെഡിഫ് മെയിൽ ആയിക്കോട്ടെ, വേറെ ഏതെങ്കിലും ഒരു മെയിൽ ആയിക്കോട്ടെ, ഔട്ട്ലുക്ക് ആയിക്കോട്ടെ, എങ്ങനെ വേണമെങ്കിലും ഇലക്ട്രോണിക് മെയിൽ ആയിരിക്കും, ഫിസിക്കൽ മെയിൽ ആയിരിക്കില്ല. അതാണ് ഇവ തമ്മിലുള്ള പ്രത്യേകത എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇതിനൊക്കെ ഉള്ള ടാർഗറ്റ് ഗ്രൂപ്പ് നമ്മളുടെ ഇടയിലുണ്ട്. ടാർഗറ്റ് ഗ്രൂപ്പ് ഉണ്ട്. ഓൺലൈനിൽ ചെയ്യുന്നവരുമുണ്ട്, ODL ചെയ്യുന്നവരുമുണ്ട്. വിദേശത്തുള്ള ഒരു വ്യക്തി സ്വാഭാവികമായും ഒരു MBA പ്രോഗ്രാം എങ്ങനെ ചെയ്യും? വലിയ ബുദ്ധിമുട്ടല്ലേ? മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഓൺലൈനിൽ ചെയ്താൽ അതിന് എത്രത്തോളമാണ്. പക്ഷെ അങ്ങനെ ചെയ്യുന്നു. എന്താ ചെയ്യുക? ഓക്കെ, MA ഇംഗ്ലീഷ് ഓൺലൈനിൽ ചെയ്തു, കുഴപ്പമില്ല. MBA ഓൺലൈനിൽ ചെയ്യുമ്പോൾ അതിലെന്തൊക്കെയോ കുറച്ച് പ്രയാസങ്ങൾ നമ്മൾ കാണേണ്ടി വരും. MA ഇംഗ്ലീഷ്, കഥ, കവിത, ഷെല്ലി, ഷേക്സ്പിയർ, കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ്, ബ്രിട്ടീഷ് ഇംഗ്ലീഷ്, ഓസ്ട്രേലിയൻ ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പോകാം. പക്ഷെ അപ്പോഴും ഞാൻ പറയും, സർട്ടിഫിക്കറ്റിൽ OL എന്നുള്ളത് കാണും. ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ നാളെ ചിലപ്പോൾ ഒരു ഇടങ്ങേറ് തരും. ഒരു ഇന്റർവ്യൂവില് 10 പേരുണ്ട്. നമ്മളുടെ ഉദ്യോഗസ്ഥർ 2 PG 3 PG വെച്ചിട്ടാണ് വരുന്നത്. അപ്പൊ അവരുടെ ജീവൻ മരണ പോരാട്ടമാണ്. പത്രത്തിൽ PSC ചിലപ്പോൾ പ്രത്യേകം പറയാറുമുണ്ട്, ഫേസ് ടു ഫേസ് മോഡിൽ ചെയ്തിട്ടുള്ളവർ എന്ന് പറയാറുണ്ട്. ODL ഫേസ് ടു ഫേസ് മോഡലിൽ പെടും. അതെല്ലാവരും മനസ്സിലാക്കി വെക്കും.
ഓൺലൈൻ പ്രോഗ്രാം ഫേസ് ടു ഫേസ് മോഡലല്ല. കാരണം ഇപ്പൊ മുബാറക് മാസ്റ്ററുടെ ഫേസ് നിങ്ങൾ എല്ലാവരും കാണുന്നു. ഞാൻ മനഃപൂർവ്വം നിങ്ങളോട് പറയുന്നു, ഹാങ് ആവും, ഇന്റർനെറ്റ് ഹാങ് ആവും, ഫേസ് തരരുതേ എന്ന്. തുടക്കത്തിലൊക്കെ ഞാൻ അത് വളരെ ആവേശത്തോടു കൂടി എല്ലാവരും വീഡിയോയിൽ വരൂ എന്ന് പറയാറുണ്ട്. ഇപ്പൊ വീഡിയോയിൽ ഒന്നും വരേണ്ട കാര്യമില്ല. നിങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള സാന്നിധ്യം എനിക്കിവിടെ സിമ്പിളില് സിഗ്നൽ കിട്ടുന്നുണ്ട്. ഇപ്പൊ ഇത്ര പേരാണ് പങ്കെടുത്തിരിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഞാനത് കൃത്യമായി മനസ്സിലാക്കുന്നു. അറ്റൻഡൻസ് ഇവിടെ എടുക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ കണ്ണുകളിൽ നോക്കി കഥ വിരിയിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്ന അധ്യാപകന്റെ റോൾ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഞാനൊക്കെ ഒരു അധ്യാപകൻ അങ്ങനെയാണ്. 150 കുട്ടികൾ ഒരു ക്ലാസ്സിൽ ഇരിക്കുമ്പോഴും ഞാൻ ക്ലാസ്സിൽ എടുക്കുമ്പോൾ അറ്റത്തുള്ള ഒരു കുട്ടിയുടെ ഒരു ചെറിയ ചേഷ്ട എന്നെ അഫക്റ്റ് ചെയ്യും. എന്റെ ക്ലാസ് ആകെ താറുമാറാകും. അങ്ങനെയുള്ള ഒരു ശീലത്തിലൂടെ ബെഞ്ചില്ല, ഡെസ്ക് ഇല്ല, ചോക്ക് പീസ് ഇല്ല, അക്ഷരങ്ങളിലൂടെ പഠിപ്പിക്കുക. ശൂന്യമായ ആകാശത്ത് റൂട്ട്, മീൻ, സ്ക്വയർ, ഡീവിയേഷൻ ഈസ് കോൾഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ്, നിങ്ങളെ ഇപ്പൊ ഞാൻ ഒരു സെക്കൻഡിൽ പഠിപ്പിക്കാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് റൂട്ട്, മീൻ, സ്ക്വയർ, ഡീവിയേഷൻ. Deviation from actual mean. Assumed mean actual mean തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് എക്സ് മൈനസ് എക്സ് ബാർ. എക്സ് മൈനസ് എക്സ് ബാറിന്റെ മീൻ എന്ന് പറയുമ്പോൾ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ബൈ എൻ. അതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ബൈ എൻ. അതിന്റെ റൂട്ട്. അപ്പൊ റൂട്ട്, മീൻ, സ്ക്വയർ, ഡീവിയേഷൻ ഉള്ളിൽ വന്നു, എക്സ് മൈനസ് എക്സ് ബാർ. അത്രേ ഉള്ളൂ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പഠിച്ചു വെക്കാൻ വളരെ എളുപ്പമാണ്. ആ ഒരു കോമൺ ഫാക്ടറിൽ നിന്ന് പിന്നെ നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡിലേക്ക് വളരെ ഭംഗിയായിട്ട് വലിയ റൂട്ട് കൊടുത്തിട്ട് 2 കോമൺ ഫാക്ടർ വരുന്ന ഒരു വലിയ ഫോർമുലയിലേക്ക്, ഷോർട്ട് കട്ട് ആണെങ്കിലും അത് വലിയ ഫോർമുലയിലേക്ക് നമ്മളിലേക്ക് പോകാം. അപ്പൊ വളരെ സിമ്പിൾ ആണ്. വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ? 2 മാർക്ക് MAPC സ്റ്റുഡന്റിന് ഉള്ളതാണ്. വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ? Standard deviation is root, mean, square, deviation. Root, mean, square, deviation. RMSD. Root, mean, square, deviation. RMSD, 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 SD. SD is RMSD. റൂട്ട്, മീൻ, സ്ക്വയർ, ഡീവിയേഷൻ. അത്രയും ഉള്ളൂ. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് താനെ പഠിച്ചോളൂ. ഞങ്ങളുടെ കയ്യിൽ ബെഞ്ചും ഇല്ല, ഡെസ്കും ഇല്ല, ഇലക്ട്രോണിക് ഡിവൈസ്, ഡൂഡില്, ഗൂഗിള്, മൂഡില് ഒന്നും ഇല്ല. ബുദ്ധി മാത്രം വെച്ച് കുട്ടികൾ അത് മനസ്സിലാക്കി പരീക്ഷയ്ക്ക് സുഖമായിട്ട് മാർക്ക് വാങ്ങിച്ചിട്ട് ആ കുട്ടികൾ വരും. അതാണ് അതിന്റെ തന്ത്രങ്ങൾ. അപ്പൊ എന്തായാലും റിലവൻസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ലെവൽ ഗ്യാദർ ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകട്ടെ. ODL മെത്തേഡാണ് ഇന്നത്തെ ഈ ഒരു സെമിനാറിലൂടെ ഞാൻ അവതരിപ്പിക്കുന്ന ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഊന്നി പറയാനുള്ളത്. ഓൺലൈൻ പ്രോഗ്രാമിനേക്കാൾ 10 ഇരട്ടി ഗുണം ചെയ്യുന്നതാണ് ODL പ്രോഗ്രാം. ഓൺലൈൻ പ്രോഗ്രാം തെറ്റാണ് എന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. ചിലർക്ക് അതൊരു ഗുണമാണ്. ആ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഞായറാഴ്ചത്തെ പത്രത്തെ നിങ്ങൾ ഓർത്താൽ മതി. ഞായറാഴ്ചത്തെ പത്രം വാങ്ങുമ്പോൾ സാധാരണ പത്രം കിട്ടുന്നത് പോലെയുള്ള 18 പേജ് കിട്ടും. അതിനോടൊപ്പം ഒരു സപ്ലിമെന്ററി കിട്ടും. അതിനോടൊപ്പം ഒരു കോംപ്ലിമെന്ററിയും കിട്ടും. ഒരു സപ്ലിമെന്ററിയുടെ കുഞ്ഞു ബുക്കൊന്ന് കിട്ടും. ഒരു ചീര വിത്തൊക്കെ ഉള്ള 10 തരം വിത്തുകളുള്ള ഒരു കോംപ്ലിമെന്ററി ഒരു മെറ്റീരിയലും കൂടി നമുക്ക് കിട്ടും. അത്രേ ഉള്ളൂ. തിങ്കളാഴ്ച വാങ്ങുന്ന പത്രം പോലെ, ശനിയാഴ്ച വാങ്ങുന്ന പത്രം പോലെ ഞായറാഴ്ചത്തെ പത്രത്തിനോടൊപ്പം ഒരു സപ്ലിമെന്ററിയും ഒരു കോംപ്ലിമെന്ററിയും കിട്ടും. അതാണ് OL പ്ലസ് സംതിങ് പ്ലസ് സംതിങ് പ്ലസ് സംതിങ് ഈസ് കോൾഡ് ODL. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. നമുക്ക് 10 മിനിറ്റിന്റെ ഉള്ളിൽ ഈ യോഗം അവസാനിപ്പിക്കണം. കാരണം 6:56 മഗ്‌രിബ് സമയമാണ്. വല്ലാത്ത പ്രശ്നമുണ്ടാകും. 10 മിനിറ്റ് അല്ല, ഒരു 4 മിനിറ്റിനുള്ളിൽ ഈ യോഗം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഒരു ഇവാലുവേഷന് വേണ്ടി ഒരാളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. 4 മിനിറ്റിനുള്ളിൽ അവസാനിപ്പിക്കണം. ഒരാളെ ഇവാലുവേഷന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആരെങ്കിലും ഉണ്ടോ? ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഇവാലുവേഷൻ. ആഷിഖ്, മാനന്തവാടി.
ചെറിയൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ ആതിര, പെട്ടെന്ന്. ആതിര ഇസ്നാദ്. അതെ, ഞാനിപ്പോ 4 days ആയിട്ടുണ്ട്. സാർ തന്നെ എടുത്താണ്. എനിക്ക് സ്റ്റഡി ഗ്രൂപ്പ് ഒക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പതുക്കെ ചെയ്യാമോളൂ. യൂട്യൂബില് നമ്മുടെ നോട്ട്സ് വാച്ച് ചെയ്യൂ, ഇഷ്ടംപോലെ മെറ്റീരിയൽസ് തരുന്നുണ്ട്. ദാറ്റ് ഈസ് അവർ അഷ്വറൻസ്. സ്റ്റഡി ഗ്രൂപ്പിൽ നമ്മൾ ഉണ്ടാവും കേട്ടോ. താങ്ക് യു. ഈ പ്രോഗ്രാമിനെ പറ്റി ഒരു അവലോകനം നടത്തൂ. ഇന്നത്തെ പ്രോഗ്രാമിന് കുറച്ച് സാങ്കേതിക വിഷയമൊക്കെ വന്നു. എല്ലായ്പ്പോഴും നല്ല വർത്തമാനം മാത്രമല്ല, ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, പ്രതീക്ഷിച്ച അത്ര കിട്ടിയില്ലെങ്കിൽ അതും നിങ്ങൾക്ക് പറയാം. തീർച്ചയായും പറഞ്ഞോളൂ. ഒരാൾ അവതരിപ്പിച്ച് നമുക്ക് ഈ യോഗം അവസാനിപ്പിക്കാം. പെട്ടെന്ന് ആരെങ്കിലും ഒരാൾ ഒന്ന് അവതരിപ്പിക്കോ? ജിജേഷ്, ആതിര, സിത്താര. ഞാൻ എല്ലാവരും ഇങ്ങനെ വിളിക്കുകയാണ്, ആരും വരുന്നില്ല. ഒരാൾ ഇവാലുവേഷൻ പ്രോഗ്രാം അവസാനിപ്പിക്കാം. ആരുമില്ലേ? അവസരം കിട്ടിയില്ല എന്ന് പറഞ്ഞരുത്. ഇന്നത്തെ ക്ലാസ് വളരെ നന്നായിരുന്നു. ആരാണ് സംസാരിക്കുന്നത്? ആതിര തന്നെയാണ്. ഓക്കെ, സംസാരിച്ചോളൂ. മോസിന ഫാത്തിമ. യെസ്, വരൂ, പെട്ടെന്ന് പറഞ്ഞോളൂ മോള്. ഫസ്റ്റ് ഓഫ് ഓൾ വലിയൊരു താങ്ക്സ് ഉണ്ട് സാറിനോട്. നല്ല ഡീറ്റെയിൽസ് ആയിട്ടായിരുന്നു ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ഇടയിൽ കുറെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ദീപിക മാമും ഉണ്ടായിരുന്നു. സോ ഒരുപാട് ഡൗട്ട്സ് ഈ ഒരു മീറ്റിംഗിലൂടെ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. താങ്ക് യു സർ. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ യോഗം നമുക്ക് അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും ഊഷ്മളമായ അധ്യയന ദിവസങ്ങൾ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. യോഗം അവസാനിച്ചു. താങ്ക് യു സർ. താങ്ക് യു.